പ്രിയപ്പെട്ടവരെ, തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ് ഒരുക്കിയ സിംഫണി ഓഡിയോ മാഗസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് കാലം നമ്മുടെ ജീവിതത്തെ മാറ്റിയത് പലതരത്തിലും വിധത്തിലുമാണ്. ഏകാന്തത, ആകുലത, ഭയം, നിരാശ, അസ്വസ്ഥത എന്നിവയാൽ കോവിഡ് കാലത്തെ ജീവിതം അകന്നുപോയപ്പോൾ സമ്പന്നമായ സർഗാത്മകതയെ അടയാളപ്പെടുത്തിയവരുമുണ്ട്. സാങ്കേതികതയും സമ്പന്നതയും ആൾബലവും ഒന്നും ജീവന്റെ അടിസ്ഥാനമല്ലെന്ന തിരിച്ചറിവുണ്ടായ കാലം കൂടിയാണിത്. അഹങ്കാരത്തിന്റെ ബാബേൽ ഗോപുരങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോൾ സർഗാത്മകതയായിരുന്നു വലിയൊരു വിഭാഗ ജനതയ്ക്ക് പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകിയത്. കോവിഡ് കാലം തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. സിംഫണി ഓഡിയോ മാഗസിന്റെ ഒന്നാം പതിപ്പിൽ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ പരിപാടികൾ കൊണ്ട് സമ്പന്നമാണ്. ഈ പതിപ്പ്, അതായത് സിംഫണി ഓഡിയോ മാഗസിന്റെ രണ്ടാം പതിപ്പ്, തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സർഗധനരായ അധ്യാപകരുടെ കലാസൃഷ്ടികൾ നിറച്ചുവച്ചതാണ്. സിംഫണി ഓഡിയോ മാഗസിന്റെ ഈ പതിപ്പ് 2 തരത്തിലാണ് കേൾക്കാനാവുക. മുഴുവൻ സൃഷ്ടികളും ചേർത്ത് വെച്ച ഒരൊറ്റ ഫയലും, മറ്റൊന്ന് ഓരോ അധ്യാപകരുടെയും സൃഷ്ടികൾ ഇഷ്ടാനുസരണം തെരഞ്ഞെടുത്ത് കേൾക്കാൻ പറ്റുന്ന വിധം ലിങ്ക് ചേർത്ത PDF ഫയലും. ഒരിക്കൽ കൂടി സിംഫണി ഓഡിയോ മാഗസിന്റെ രണ്ടാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണപ്പാട്ടിന്റെ മേളച്ചന്തത്തോടെ സിംഫണി ഓഡിയോ മാഗസിന്റെ ചെപ്പ് തുറക്കുകയാണ്. മാവേലിക്ക് കേരളക്കരയിലേക്ക് വരവേൽപ്പ് നൽകുന്ന ഗാനം ആലപിക്കുന്നത് M. ഉമേശൻ മാസ്റ്റർ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല കാലം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല കാലം. ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല കാലം. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി, തുല്യമായി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല കാലം. നല്ലവരല്ലാതെ ഇല്ല പാരിൽ,
ഭൂലോകമൊക്കെയും ഒന്നുപോലെ, നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും ആമോദത്തോടെ വസിക്കും കാലം, വസിക്കും കാലം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. കേൾക്കുമ്പോൾ കാതിനിമ്പം തോന്നുന്ന അമ്മക്കുയിലേ ഒന്ന് പാടൂ എന്ന ലളിതഗാനം ആലപിക്കുന്നു കെ നീത ടീച്ചർ. രാരിരാരിരോ രാരാരിരാരിരോ രാരിരാരാരിരാരോ രാരിരാരിരോ രാരാരിരാരിരോ രാരിരാരാരിരാരോ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ, നിന്റെ താരാട്ടു കേട്ടൊന്നു മയങ്ങാൻ. രാത്രി പകലായി മാറ്റും ഞാനീ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിൽ രാജകുമാരിയല്ലോ ഞാൻ. രാജ്യമെങ്ങമ്മേ സൗഭാഗ്യനാളെങ്ങമ്മേ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. രാജയോഗത്തിൽ പിറവിയല്ലേ അമ്മ കാതോട് കാതിലിന്നും പറഞ്ഞതല്ലേ. പൂജ കഴിയും പ്രഭാതങ്ങളിൽ ഇന്നു പാൽക്കഞ്ഞി നൽകുവാൻ വന്നുവെങ്കിൽ, എന്തിനു നീ മോഹങ്ങൾ തന്നേച്ചു പോയി. എങ്ങനെ ഈ ശൂന്യതയിൽ സൗഭാഗ്യം നേടാൻ. ദൂരെ നീ പാർക്കും ശൂന്യതയിൽ ഈ പാട്ടിൻ്റെ സ്വരം കേൾക്കുമോ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. കാലം പണിതീർത്ത ശരശയ്യയിൽ എൻ്റെ ചിരകാലമോഹമെല്ലാം ചിറകറ്റുപോയി. നീ കൊതിപ്പിച്ച പൊൻപുലരി ഇന്നു മജ്ഞാതരാവിലെങ്ങോ മയങ്ങി നിൽപ്പൂ. ചാരെ വരൂ സാന്തോപ്പിലുദാനായി അമ്മേ, കൈവിരലാൽ മുറിവേറ്റ നെഞ്ചിൽ തലോടാൻ. നീ വിഷാദത്തിനുൾക്കടലിൽ നിന്റെ സ്നേഹാമൃതം നുകരാൻ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ.
താരാട്ടു കേട്ടൊന്നു മയങ്ങാം. രാത്രി പകലായി ഞാറ്റും ഞാനീ രാജമല്ലി മരച്ചോട്ടിൽ, രാക്കുയിലായി പാടിയ പാട്ടിൽ രാജകുമാരിയല്ലോ ഞാൻ. രാജ്യമെങ്ങമ്മേ സൗഭാഗ്യനാളെങ്ങമ്മേ, അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ, അമ്മിഞ്ഞപ്പാലിൽ ഒന്നു നീരാടിക്കോട്ടെ. രാരീരാരീരോ രാരീരാരീരോ രാരീരാരീരാരോ രാരീരാരീരോ രാരീരാരീരോ രാരീരാരീരാരോ. യുവകവി വിനോദ് പൂവക്കോട് രചിച്ച കാട്ടുപൂവ് എന്ന കവിത ആലപിക്കുന്നത് കെ ജ്യോതിർമയി ടീച്ചർ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരം എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. മലയാളികൾ ഏറ്റുപാടിയ താരകപ്പെണ്ണാളെ എന്ന നാടൻ പാട്ട് ആലപിക്കുന്നത് സജിനി ടീച്ചർ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താര, തക തീനം തക തെയ്താര,
താത്തിനം തക തകതിനം തക തകതിനം തക തേതാര താത്തിനം തക തേതാര തകതിനം തക തേതാര താത്തിനം തക തകതിനം തക തകതിനം തക തേതാര ആ ഏ ഓ ആ കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരിത്തേവി ഉള്ളം കീടുങ്ങാത്ത മേലെ കീടാങ്ങളുണ്ടേ കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരിത്തേവി വെള്ളം കൂടുങ്ങാത്ത മേലെ കീടാങ്ങളുണ്ടേ തക തക താത്തിനം തക തേതാര തകദിനം തക തേതാര താത്തിനം തക തകദിനം തക തകദിനം തക തേതാര ആ ഏ ഓ ആ വിറ്റ്ലമാൻ തിന്നവളെ തത്ത ചുണ്ടുള്ളവ മുറുക്കേ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ചേറ്റിലാണേ വിറ്റ്ലമാൻ തിന്നവളെ തത്ത ചുണ്ടുള്ളവ മുറുക്കേ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീണത് ചേറ്റിലാണേ തക തക താത്തിനം തക തേതാര തകദിനം തക തേതാര താത്തിനം തക തകദിനം തക തകദിനം തക തേതാര ആ ഏ ഓ ആ ആളുന്നതൊന്നുമില്ല പകൽ മിന്നാമിനുങ്ങുമില്ല ആറ്റിറമ്പത്തൊരു കൂരയിലയോ കരിന്തിരി കത്തലാണത് ആളുന്നതൊന്നുമില്ല പകൽ മിന്നാമിനുങ്ങുമില്ല ആറ്റിറമ്പത്തൊരു കൂരയിലയോ കരിന്തിരി കത്തലാണത് തക തക താത്തിനം തക തേതാര തകദിനം തക തേതാര താത്തിനം തക തകദിനം തക തകദിനം തക തേതാര ആ ഏ ഓ ആ അയ്യോ മെടഞ്ഞേ മഴ വീഴാതെ കാവലങ്ങായി ചൂട്ടും തെളിച്ചൊരാൾ പാടവരമ്പത്തുറക്കമില്ലാറു മാസം അയ്യോ മെടഞ്ഞേ മഴ വീഴാതെ കാവലങ്ങായി ചൂട്ടും തെളിച്ചൊരാൾ പാടവരമ്പത്തുറക്കമില്ലാറു മാസം തക തക താത്തിനം തക തേതാര തകദിനം തക തേതാര താത്തിനം തക തകദിനം തക തകദിനം തക തേതാര ആ ഏ ഓ ആ നല്ലൊരു പൂവ് കണ്ടോ പൂവിൻ കണ്ണു നിറഞ്ഞതെന്തേ താരാട്ട് കേൾക്കാതുറങ്ങിയ കുഞ്ഞിൻ പഴങ്കഥ കേട്ടതാവാം നല്ലൊരു പൂവ് കണ്ടോ പൂവിൻ കണ്ണു നിറഞ്ഞതെന്തേ താരാട്ടു കേൾക്കാതുറങ്ങിയ കുഞ്ഞിൻ പഴങ്കഥ കേട്ടതാവാം തക തക താത്തിനം തക തേതാര തകദിനം തക തേതാര താത്തിനം തക തകദിനം തക തകദിനം തക തേതാര ആ ഏ ഓ ആ താരക പെണ്ണാളെ കതിരാറുമിലിയാളെ തമ്പുരാനത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ
തക തക താത്തിനം തകതേതാര തകദിനം തകതേതാര താത്തിനം തക തകദിനം തക തകദിനം തകതേതാര ആ ഏ ഓ ആ. കോവിഡ് കാലത്ത് കേട്ടുപരിചിതമായ വാക്കുകളുടെ സാമൂഹികവും സാംസ്കാരികവും ഭാഷാശാസ്ത്രപരവുമായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണം നടത്തുന്നത് സംസ്കൃത വിഭാഗം അധ്യാപകനായ ഡോക്ടർ കെ സുനിൽകുമാർ. സമാനതകളില്ലാത്ത ആൾനാശവും ഭീതിയും പരത്തി ലോകമെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മാരക രോഗത്തിൻ്റെ പിടിയിലാണ് നാം ഇന്നും. ഈ രോഗവ്യാപനത്തിന് ശേഷം സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ഏറെ പ്രചാരം സിദ്ധിച്ച ചില പദങ്ങളെ ഒന്നായി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. രോഗവ്യാപനം, നിയന്ത്രണം, നിർമ്മാർജ്ജനം, മുൻകരുതൽ തുടങ്ങി വിവിധ തലങ്ങളിൽ നാം കേട്ട് പരിചയിച്ച ഇത്തരം പദങ്ങൾ അവയുടെ ഉച്ചാരണവും അർത്ഥവും മറ്റും യാതൊരു വിശദീകരണവും കൂടാതെ തന്നെ ഇന്ന് എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. യഥാർത്ഥത്തിൽ നിരന്തരമായ ഉപയോഗത്തിലൂടെ തന്നെയാണ് ഇത്തരം പദങ്ങൾ നമുക്ക് ഹൃദിസ്ഥമായി തീരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ചില പദങ്ങളെ ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചു പോകാം, തുടർന്നതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. കോവിഡ് എന്ന രോഗം, മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസ്, ബ്രേക്ക് ദ ചെയിൻ, ജനതാ കർഫ്യൂ, ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, കണ്ടെയ്ൻമെൻറ് സോൺ, കമ്മ്യൂണിറ്റി കിച്ചൺ, ആൻറ്റിബോഡി ടെസ്റ്റ്, തെർമൽ സ്കാനിങ്, ക്ലസ്റ്റർ, ലാർജ് ക്ലസ്റ്റർ കമ്മ്യൂണിറ്റി, ആക്റ്റീവ് ക്ലസ്റ്റർ, ഇൻസിഡൻറ്റ് കമാൻഡ്, ക്ലസ്റ്റർ കെയർ, ഇത്തരത്തിൽ നിരവധി പദങ്ങൾ നമുക്കിടയിൽ നിന്ന് സർവ്വസാധാരണമാണ്. ആ പദങ്ങളുടെ വിശദീകരണങ്ങളിൽ നമുക്ക് കടക്കാം. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ മഹാരോഗം വിതച്ച് ലോകമെങ്ങും വ്യാപിച്ച വൈറസാണ് കൊറോണ. പിന്നീട് കൊറോണ വൈറസ് ഡിസീസ് എന്ന പേര് ചുരുക്കി സൂചിപ്പിക്കും വിധം COVID-19 എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഇന്ന് ഇതുവരെ ലോകത്ത് 2.25 കോടിയോളം ജനങ്ങൾക്ക് രോഗബാധയും 8,25,000 പേർക്ക് ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 200-നടുത്ത് രാഷ്ട്രങ്ങളിൽ ഈ രോഗം വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ആ സമയത്ത് തന്നെ രോഗത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നിലയിൽ സർക്കാർ പ്രഖ്യാപിച്ച ബ്രേക്ക് ദ ചെയിൻ എന്ന പരിപാടിയിലൂടെയാണ് നാം പുതിയ പദങ്ങൾ കേട്ടു തുടങ്ങിയത്. വൈറസ് വ്യാപനത്തിൻ്റെ സാധ്യതയും വേഗതയും കുറക്കാനായി കൈകഴുകിയും ശുചിത്വം പാലിച്ചുമുള്ള ജാഗ്രതാ ക്യാമ്പയിൻ, അത്തരത്തിലാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന പദം നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. ചങ്ങല മുറിക്കുക എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് രോഗത്തിൻ്റെ വ്യാപനം പകർച്ചയിലൂടെ സാധിക്കുന്നത് ഒഴിവാക്കാനായി പരസ്പരമുള്ളതായ ഒരു ബന്ധം മുറിക്കുക എന്ന് തന്നെയാണ്. അതിനായി വ്യക്തിശുദ്ധി, ശരീരശുദ്ധി എന്നതാണ് പ്രധാനമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടവ. ഇവിടെയാണ് സാനിറ്റൈസർ, ഹാൻഡ് വാഷ് മുതലായ വസ്തുക്കളുടെ ഉപയോഗം നമുക്ക് വേണ്ടി വരുന്നത്. ഒപ്പം തന്നെ മാസ്ക്, ഗ്ലൗസ് എന്നിവ ഉപയോഗിക്കാനും നിർദ്ദേശിക്കപ്പെട്ടു. സാനിറ്റൈസർ എന്നാൽ അണുനാശിനി, ഹാൻഡ് വാഷ് കൈ കഴുകാനുള്ള ദ്രവം, മാസ്ക് എന്നാൽ മുഖാവരണം. ഇത്തരത്തിൽ നിർബന്ധിതമായ സമ്പർക്കത്തിലൂടെ രോഗപകർച്ച മനസ്സിലാക്കി അതിനെ ഒഴിവാക്കാനായി നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു പ്രതിരോധ തന്ത്രമായിട്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസ് അഥവാ സാമൂഹിക അകലം പ്രഖ്യാപിക്കപ്പെട്ടത്. സാമൂഹിക അകലത്തോടൊപ്പം തന്നെ ഫിസിക്കൽ ഡിസ്റ്റൻസ് അഥവാ കായിക അകലവും കർശനമാക്കി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രോഗം വ്യാപിച്ചു തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്ത് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു. യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ദൈനംദിന പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും വാഹന ഗതാഗതവും മറ്റും നിർത്തിവെച്ച് ജനങ്ങൾ ഒറ്റ മനസ്സോടെ സ്വമേധയാ വീട്ടിലടച്ചിരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് കർഫ്യൂ. ജനതാ കർഫ്യൂവിൻ്റെ പ്രത്യേകത ഇതിനായി ജനങ്ങൾ സ്വമനസ്സാലെ ഈ നിയന്ത്രണം ആചരിക്കണമെന്നതാണ്. ഒരുപക്ഷെ ജനതാ കർഫ്യൂ എന്ന ഈ പദം തന്നെ നമുക്ക്
പുതിയൊരു അനുഭവമാണ്. തീവ്രമായ രോഗം ബാധിച്ചവർക്ക് മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനായി രാജ്യവ്യാപകമായി COVID-19 അഥവാ കോവിഡ് ആശുപത്രികൾ ഉണ്ടാക്കപ്പെട്ടു. അത്തരം ആശുപത്രികളിൽ സജ്ജീകരിക്കപ്പെട്ട വാർഡുകളെ ഐസൊലേഷൻ വാർഡ് എന്ന് നാമകരണം ചെയ്തു. ഓരോ രോഗിയും ഒറ്റയ്ക്ക് പാർപ്പിക്കാനും ചികിത്സിക്കാനുമായി ഒരുക്കിയ ഒറ്റമുറിയാണ് ഐസൊലേഷൻ വാർഡ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ രോഗം അനിയന്ത്രിതമായി വ്യാപിക്കുകയും സംസ്ഥാനാന്തര യാത്രകൾ നിർബാധം തുടരുകയും ചെയ്തപ്പോൾ രോഗപ്പകർച്ചയും നിയന്ത്രണ വിധേയമല്ലാതായി. ആ സമയത്താണ് മാർച്ച് 25 ഇന്ത്യൻ പ്രധാനമന്ത്രി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ അടച്ചിടൽ അഥവാ ലോക്ക്ഡൗൺ ഇന്ന് നമുക്ക് പരിചിതമായ മറ്റൊരു പദമാണ്. ലോക്ക്ഡൗണിന് ശേഷം കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ചെറിയ തോതിൽ രോഗം നിയന്ത്രിക്കപ്പെട്ടുവെങ്കിലും രോഗ തീവ്രത കൂടിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ രോഗബാധയേറ്റവർ ഏറെയുള്ള രോഗം പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ കണ്ടെയ്ൻമെൻറ്റ് സോണായി തിരിച്ച് നിയന്ത്രണ മേഖലകളാക്കി മാറ്റി. അവിടെ സർക്കാർ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഇത്തരത്തിൽ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണും പ്രഖ്യാപിച്ച ശേഷം രോഗബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം താമസ കേന്ദ്രമാണ് ക്വാറന്റൈൻ. പകർച്ചവ്യാധി തടയാനായി രോഗബാധിതർക്കായി ഒരുക്കുന്ന ഏകാന്തവാസം, ഇതാണ് ക്വാറന്റൈൻ. ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലും താമസിക്കുന്ന രോഗബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും ഭക്ഷണം തയ്യാറാക്കി നൽകാൻ ആരംഭിച്ച സംവിധാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ അഥവാ സാമൂഹിക അടുക്കള. പ്രാദേശിക തദ്ദേശഭരണ സ്ഥാപനങ്ങളെ, സാമൂഹികമായ സന്നദ്ധ സംഘടനകളെ, പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി നിരവധി പേർ നേതൃത്വം നൽകിയ ശ്രദ്ധേയമായ സംവിധാനമായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ. ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണും പ്രഖ്യാപിച്ചിട്ടും രോഗങ്ങൾ വ്യാപിച്ചു തുടങ്ങിയപ്പോഴും ജനങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിക്കാതെ വന്നപ്പോൾ പലയിടങ്ങളിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ നിയന്ത്രണം അതികർശനവും ലംഘിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന നടപടികളും പിഴ ഈടാക്കുന്ന സാഹചര്യവും വരെ ആരംഭിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ തന്നെ വിദേശത്തും അന്യസംസ്ഥാനങ്ങളിലുമുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുവാനായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് വന്ദേ ഭാരത് മിഷൻ. ഇതുവഴി ലക്ഷക്കണക്കിന് പ്രവാസികൾ അഥവാ അന്യസംസ്ഥാനം താമസിക്കുന്നവരായ കേരളീയർ ഇവിടെ എത്തി താമസിപ്പിക്കാനായി ഒരുക്കിയ സംവിധാനങ്ങൾ നിരവധിയാണ്. അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതുപോലെ ഹോം ക്വാറന്റൈൻ എന്നിവ സജ്ജീകരിക്കപ്പെട്ടത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്നാൽ ഏതെങ്കിലും സർക്കാർ നിർദ്ദിഷ്ട സ്ഥാപനങ്ങളോ വീടുകളോ ഏകാന്തവാസത്തിനായി സജ്ജമാക്കുന്ന സ്ഥിതി. ഹോം ക്വാറന്റൈൻ എന്നാൽ വീട്ടിൽ തന്നെ താമസിക്കാൻ സൗകര്യമുള്ള, ഒറ്റപ്പെട്ട് താമസിക്കാൻ സൗകര്യമുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്ന പ്രത്യേക താമസ സൗകര്യം. പിന്നീട് രോഗപകർച്ച അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരുന്നപ്പോഴും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറിയപ്പോൾ സർക്കാർ അൺലോക്ക് പ്രക്രിയകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെത്തുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോൾ രോഗനിർണയത്തിനായി പല പ്രകാരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായി. ഇവിടെയാണ് തെർമൽ സ്കാനിങ്, ആൻറ്റിബോഡി ടെസ്റ്റ്, ആൻറ്റിജൻ ടെസ്റ്റ് എന്നീ പദങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. തെർമൽ സ്കാനിങ് എന്നാൽ ശരീരോഷ്മാവ് അളക്കാൻ ഉള്ള ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ് പ്രതിരോധശേഷി നിർണ്ണയിക്കാനുള്ള പരിശോധന, ആൻറ്റിജൻ ടെസ്റ്റ് പ്രതിരോധശേഷി ഘടകങ്ങളുടെ പരിശോധന. ഇത്രയൊക്കെ മുൻകരുതലുകൾ ഉണ്ടായിട്ടും സോഷ്യൽ സ്പ്രെഡ് അഥവാ സാമൂഹിക വ്യാപനം സംഭവിച്ചപ്പോൾ ഒരുക്കിയ ചില ക്രമീകരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ക്ലസ്റ്റർ, ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ, ആക്റ്റീവ് ക്ലസ്റ്റർ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്നിവ. ക്ലസ്റ്റർ എന്നാൽ രോഗബാധിതരായ ചെറിയ ജനവിഭാഗം താമസിക്കുന്ന പ്രദേശം. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ എന്നാൽ രോഗബാധിതർക്കായി ബഹുജന കൂട്ടം താമസിക്കുന്ന ഇടം ആണ് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി സജ്ജീകരിക്കപ്പെട്ടത്.
ആക്റ്റീവ് ക്ലസ്റ്റർ എന്നാൽ രോഗലക്ഷണമുള്ളവരെ ഏറെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടുന്ന കേന്ദ്രം. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അഥവാ പ്രഥമ ശുശ്രൂഷ കേന്ദ്രം. നമ്മൾ കേട്ട മറ്റൊരു പദമാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. കൂടാതെ ഈ രീതിയിൽ ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സേവകർക്കും നിരന്തരമായി ഈ രോഗവ്യാപനം ആരംഭിച്ചപ്പോൾ ആവശ്യത്തിന് ചികിത്സകരെ കിട്ടാതെ വന്നപ്പോൾ ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് കോവിഡ് ബ്രിഗേഡ്. ഏറ്റവും ഒടുവിൽ കേട്ട ഒരു പദമാണ് കോവിഡ് ബ്രിഗേഡ് എന്നത്. രോഗബാധിതർ കൂടുന്ന സാഹചര്യത്തിൽ ചികിത്സാരംഗത്ത് വിദഗ്ധരുടെ എണ്ണം തികയാതെ വരുമ്പോൾ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സജ്ജമാക്കുന്ന പ്രത്യേക വൈദ്യസംഘം. പ്രൊഫഷണൽ അക്കാദമിക മികവുകൾ നേടിയവർ, പഠനം പൂർത്തിയാക്കിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ പ്രത്യേക മെഡിക്കൽ സംഘമാണ് കോവിഡ് ബ്രിഗേഡ്. പിന്നീട് നാം കേട്ട മറ്റൊരു പദമാണ് ഇൻസിഡൻറ്റ് കമാൻഡ്. ജില്ലയിലെ രോഗസ്ഥിതി പ്രതിദിനം വിലയിരുത്താനായി സജ്ജീകരിക്കപ്പെട്ട ഔദ്യോഗിക ബോഡിയാണ് ഇൻസിഡൻറ്റ് കമാൻഡ്. ജില്ലാ പോലീസ് മേധാവിയാണ് ഇൻസിഡൻറ്റ് കമാൻഡായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇക്കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ടുന്ന മറ്റു 2 പദങ്ങളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. രോഗബാധിതരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ധരിച്ചിരുന്ന ആ പ്രതിരോധ വസ്ത്രത്തിന് നൽകിയ പേരാണ് PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതാണ് PPE എന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ രോഗത്തിൻ്റെ ദൈനംദിന വളർച്ചയും പകർച്ചയും അതിൻ്റെ സ്ഥിതിഗതികളും വിലയിരുത്താനായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വൈദ്യ സംഘടനയാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നത്. ICMR. ഇവകൾ കൂടി നമ്മൾക്കിടയിൽ ഇന്ന് ചിരപരിചിതമായ മറ്റു 2 പദങ്ങളാണ്. ഈ വിധം കോവിഡ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് മാത്രം ഒട്ടനവധി പദങ്ങൾ നമുക്കിടയിലുണ്ട്. കൂടാതെ സമകാലിക സംഭവങ്ങളുമായി പൊരുത്തപ്പെട്ട് നീങ്ങുന്ന ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ വഴി കടന്നു പോകുന്ന സമയത്ത് നമുക്കിനിയും ഒട്ടനവധി പദങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവയൊക്കെ സമയദൈർഘ്യം കാരണം ഇവിടെ ചുരുക്കിയാണ്. എന്നാലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പദത്തെ ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മെമ്പറായ ഡോക്ടർ ശശി തരൂർ ഈയിടെ പറഞ്ഞ ഒരു വാക്കിനെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വിശദീകരണം നിർത്താവുന്നതാണ്. ഹിപ്പോപ്പൊട്ടോമോൺസ്ട്രോസെസ്കിപ്പെഡാലിയോഫോബിയ. ഹിപ്പോപ്പൊട്ടോമോൺസ്ട്രോസെസ്കിപ്പെഡാലിയോഫോബിയ എന്നൊരു ദീർഘപദം നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഈ പദങ്ങൾ ഒന്ന് ഉച്ചരിക്കാനുള്ള ശ്രമം നടത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിപ്പോപ്പൊട്ടോമോൺസ്ട്രോസെസ്കിപ്പെഡാലിയോഫോബിയ എന്ന് പറഞ്ഞാൽ അർത്ഥമായിട്ട് പറയുന്നത് വലിയ വാക്കുകളെ ഭയപ്പെടുക എന്ന സ്ഥിതിവിശേഷമാണ്. ഇത്തരത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ലഭിക്കുന്ന പദങ്ങളെ പരിചയപ്പെടാനും അവയെ ഓർത്തു വെക്കാനുമായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. അത്തരത്തിലുള്ള പദങ്ങൾ നമുക്ക് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓഡിയോ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലൂടെ മലയാളികൾ ആസ്വദിച്ച വി മധുസൂദനൻ നായരുടെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി എന്ന് തുടങ്ങുന്ന കവിത ആലപിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം ഗണിതാധ്യാപകനായ അശോക് കുമാർ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ.
ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും കനിവിലൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം നിന്നിലലിയുന്നതേ നിത്യസത്യം. കഥയെഴുത്തിന്റെ പുതുമാതൃകയെ അവതരിപ്പിക്കുന്ന 2 സ്വന്തം കഥകൾ അവതരിപ്പിക്കുകയാണ് ശ്രീ CV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. കഥ പെൺമരണം. റെയിൽവേ സ്റ്റേഷനോടടുക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ട ആൾക്കൂട്ടം പതിവിലും വ്യത്യസ്തമായിരുന്നു. എന്തോ സംഭവം നടന്നിട്ടുണ്ട്. മിക്കവാറും ഒരു ആത്മഹത്യ. ആരാണ്, എന്തിനാണ് എന്നേ അറിയേണ്ടു. എതിരെ വരുന്നവരുടെ മുഖത്ത് ഒരു ദയനീയ രംഗം കണ്ട ഭാവം വായിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒരു ഭാഗത്തേക്ക് തുപ്പിക്കൊണ്ട് അതിനിടയിൽ തന്നെ കൂട്ടുകാരനോട് ആധികാരികമെന്ന് തോന്നും വിധം ഉറക്കെ സംസാരിച്ചുകൊണ്ട് അടുത്തെത്തിയ കാവ്യമുണ്ടുകാരന് ചെവി കൊടുത്തെങ്കിലും ഒന്നും മനസ്സിലായില്ല. ഏതായാലും ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിലൂടെ ഒന്ന് നോക്കി. വല്ലാത്തത് തന്നെ. വസ്ത്രങ്ങളുടെ നിറം കണ്ണിൽപ്പെട്ടപ്പോൾ തന്നെ തലതിരിച്ചു. ആരായിരിക്കും? എന്തായിരിക്കും കാരണം? ശിവന്റെ കടയുടെ മുറ്റത്ത് പ്രായമുള്ള 3-4 പേർ കൂടി നിൽക്കുന്നുണ്ട്. കുറച്ച് സങ്കോചഭാവത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. അതിവിടെ മില്ലിന് പിറകിലുള്ള തങ്കമ്മയാ. കൂലിപ്പണിക്കൊക്കെ പോകുന്ന. എന്തിനാണെന്നൊന്നും അറിയില്ല. 2 മക്കളാ. ആണൊരുത്തും വർക്ക്ഷോപ്പിലും പെണ്ണ് സ്കൂളിലും. യാതൊരു ഭാവഭേദവും കൂടാതെ ഇത്രയും പറഞ്ഞ് അയാൾ കയ്യിൽ നിന്നും വീണ ബീഡി എടുക്കാനായി കുനിഞ്ഞു. തൊട്ടടുത്തു തന്നെ സംഭവം വല്ലാതെ ഉലച്ചു കളഞ്ഞു എന്ന മട്ടിൽ കറുപ്പും വെളുപ്പും ഇടകലർന്ന അനുസരണയില്ലാതെ കിടക്കുന്ന താടിരോമങ്ങളിൽ തുടർച്ചയായി തടവിക്കൊണ്ട് നിൽക്കുന്ന ദേഹം അല്പം ഉറക്കെ തന്നെ പറഞ്ഞു, അതൊന്നല്ല ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഇവക്കൊന്നും നാണമില്ലേ? ഇവിടെ ആൾ കൂടുന്നിടത്തു നിന്ന് ഇങ്ങനെ കിടക്കാൻ. പെണ്ണാകുമ്പോൾ വല്ല വിഷം കഴിച്ചും ഞരമ്പ് മുറിച്ചൊക്കെയാണ് വേണ്ടത്. ഒന്നുമല്ലെങ്കിൽ വീടിനകത്ത് തന്നെ തൂങ്ങിച്ചാകാലോ. അതാകുമ്പോൾ ഇത്ര പ്രശ്നമില്ല. ഇതൊരുമാതിരി. അടുത്തു വന്ന് നിർത്തിയ ആംബുലൻസിൻ്റെ വളച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ ആ വാക്കുകൾക്ക് അവസാനമിട്ടു. മരണം തിരഞ്ഞെടുക്കുന്നതിൽ സാമൂഹ്യ ബോധം പാലിക്കാത്ത ആ പെൺശരീരം ഒരു വെള്ള തുണിക്കെട്ട് മാത്രമായി ആൺചുമലുകൾ മാറി മാറി ദൂരെ നിന്ന് വരുന്നത് കണ്ട ഞാൻ ഒന്ന് ഒതുങ്ങി നിന്നു. ഒതുങ്ങാൻ കൂട്ടാക്കാത്ത ഒരു പിടി ചിന്തകളുമായി. കഥ താടി. ഇന്ന് ശമ്പളമാകുമോ മാഷെ? ചോദ്യം കേട്ട് രാമകൃഷ്ണ മാഷ് തലയുയർത്തി. മാഷിൻ്റെ മുഖത്തും അതേ ആശങ്കയുണ്ടായിരുന്നു. 3 ദിവസം മുൻപ് ബിൽ സബ്മിറ്റ് ചെയ്തതാ. പ്രോസസ്സായി എന്ന് കണ്ടു. ഇന്ന് ക്യാഷ് അക്കൗണ്ടിൽ വരേണ്ടതാ. ഇതുവരെയും വന്ന് കാണുന്നില്ല. ഉച്ചയ്ക്ക് ക്ലാസ്സിൽ വെച്ച് അനന്യ നീട്ടിയ ബസ്സിൻ്റെ പൈസ 500 രൂപ അവിടെ പോയിരിക്കടി പിന്നെ വാങ്ങാമെന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഏതായാലും സ്കൂൾ വിട്ട ഉടനെ ATM ലക്ഷ്യമാക്കി നടന്നു. വലിയ തിരക്കൊന്നും കണ്ടില്ല. എത്ര ശ്രമിച്ചിട്ടും 10-35,000 കയ്യിൽ വെച്ച് ഇന്ന് നീ രാജാവാകേണ്ട എന്ന ഭാവമായിരുന്നു അതിനും. തിരിഞ്ഞു നടക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് ഇനി നടന്നു പോയാൽ വണ്ടി കിട്ടില്ലല്ലോ എന്ന ഭയം തുടങ്ങിയ നിമിഷം ഒരു കാർ റോഡരികിലേക്കായി കാലിനടുത്തു തന്നെ നിർത്തി.
കാറ് വാങ്ങാനല്ലാതെ കാറ് തടയാൻ ലോണൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും പതിയെ തുറന്നു വരുന്ന കാറിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ എൻ്റെ ശ്രദ്ധ അതിനകത്തെത്തി. പുതുതായി വളർന്നു വരുന്ന താടിയോടുകൂടി ഒരു മുഖം വെളിയിലേക്ക് ചോദ്യമെറിഞ്ഞു. മാഷെന്താ ഇവിടെ? ഇപ്പോൾ പഴയ സ്കൂളിലല്ലേ? ഇപ്പോൾ എങ്ങോട്ടേക്കാ? ക്ലാസ്സിൽ ഞാൻ ചെയ്യാറുള്ളത് പോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ. ഞാനൊന്ന് പരിങ്ങി. എൻ്റെ അപരിചിതത്വം മനസ്സിലാക്കിയിട്ടോ എന്തോ അവൻ തന്നെ വിഷമസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാക്കി. ഞാൻ നിയാസാണ്. 7ാം ക്ലാസ്സിൽ മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷ് സ്റ്റേഷനിലേക്കാണെങ്കിൽ കയറിക്കോ, ഞാനാ വഴിക്കാം. നിയാസ് എന്ന് പലവട്ടം മനസ്സിൽ പറഞ്ഞെങ്കിലും ആ താടിയുള്ള മുഖം എനിക്ക് യാതൊരു സൂചനയും തന്നില്ല. എങ്കിലും ഓർമ്മകളേക്കാൾ വേഗത്തിലോടുന്ന ആരെയും കാത്തു നിൽക്കാത്ത തീവണ്ടിയുടെ ചിത്രം എന്നെ ആ കാറിനുള്ളിലിരുത്തി. കാർ മുന്നോട്ട് പോകുന്നതിനിടെ നിയാസ് പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. പഴയ സ്കൂളിനെക്കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചുമൊക്കെ. ഉത്തരങ്ങൾ ഞാൻ മൂളലുകളിൽ ഒതുക്കിയപ്പോഴും നിയാസ് എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഓർമ്മകളിൽ തിരിയുകയായിരുന്നു മനസ്സ്. എപ്പോഴോ ആ ചെറിയ യാത്രയിൽ തലവെട്ടിച്ചുള്ള അവൻ്റെ നോട്ടത്തിൽ എൻ്റെ ഓർമ്മകൾ ഉണർന്നു. എന്തിനാടാ നീയൊക്കെ രാവിലെ തന്നെ ബാഗും കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? 12 മണിക്ക് പാത്രവുമായി വന്നാൽ കഞ്ഞി ഞാൻ വാങ്ങിച്ചു തരാം. അത്രയെങ്കിലും വീട്ടുകാർക്കൊരു ഉപകാരമാകുമല്ലോ. നമുക്ക് നാടിനൊന്നും ഒരു ഗുണവുമില്ലെങ്കിലും. അതെ, ആ നിയാസ് തന്നെ. എൻ്റെ ഉള്ളൊന്ന് കാളി. നിയാസെ, നീ എപ്പോൾ ഇവിടെയാ? എന്തു ചെയ്യുന്നു? കൃത്രിമമായതെങ്കിലും ഒരു അധ്യാപകന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ. അവൻ ആ ചോദ്യം കാത്തിരുന്നതുപോലെ സന്തോഷവാനമായി മറുപടി പറയാൻ തുടങ്ങി. ഞാൻ ഇക്കാൻ്റെ കൂടെ കുവൈത്തിലൊരു ഹോട്ടൽ നടത്തുക. അടുത്ത മാസം സ്വന്തമായി പുതിയൊരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു. ഉപ്പാൻ്റെ പേരാ ഹോട്ടലിന്. ഉപ്പയില്ലെങ്കിലും ഉമ്മാനെ ഇത്താനെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകാനാണ് വന്നത്. അടുത്ത ആഴ്ച പോകണം. ഇത്രയും വേഗം സ്റ്റേഷൻ എത്തിയോ? നിയാസ് സ്റ്റേഷനടുത്തുള്ള ATM കൗണ്ടറിനടുത്തായി കാറ് നിർത്തി. ശരി മാഷെ എന്ന് യാത്ര പറഞ്ഞു. ആ യാത്ര അധിക നേരം നോക്കി നിന്നില്ല. ഒന്നുകൂടി തീവണ്ടി വരുന്നതിന് മുൻപ് ATM കൗണ്ടറിൽ കയറി ശമ്പളമായോ എന്ന് നോക്കാമെന്ന് കരുതി തിരിഞ്ഞപ്പോൾ പഴയ സ്കൂളിലെ 1-2 ടീച്ചർമാർ നിരാശയോടെ കൗണ്ടറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. നാളെ നോക്കാമെന്ന് പരസ്പരം പറയുന്നതും കേട്ടു. ഇവനെയൊക്കെ പഠിപ്പിക്കാൻ നോക്കുന്ന നമ്മളെ വേണം തല്ലാൻ എന്ന് സ്റ്റാഫ് റൂമിൽ രോഷത്തോടെ ഒച്ച വെച്ചപ്പോൾ അതേന്ന് തലകുലുക്കി സമ്മതിച്ച അവരോട് നിയാസിനെ കണ്ട കാര്യം പറയാൻ നോക്കിയപ്പോഴേക്കും വണ്ടി എത്തിയിരുന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ ഒരു പഴയ ക്ലാസ് റൂമും കുറേ കുട്ടികളും മുന്നിലെത്തി. അവരുടെ മുഖത്ത് പുതുതായി മുളച്ചു വരുന്ന താടിയും. ചങ്ങമ്പുഴയെക്കുറിച്ച് പാടിപ്പറഞ്ഞ വാക്കുകൾക്ക് കയ്യും കണക്കുമില്ല. ചങ്ങമ്പുഴയെയും ചങ്ങമ്പുഴയുടെ കൃതികളെയും വേറിട്ട് വായിച്ച ഗീത ടീച്ചറുടെ അസ്ഥികളുടെ സ്പന്ദനം എന്ന സാഹിത്യ ഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്ഥികളുടെ സ്പന്ദനം. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി. മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഈ വരികൾ. എക്കാലത്തും നമ്മുടെ മനസ്സിൽ വിഷാദമുണർത്തുന്ന രമണൻ എന്ന നാടകീയ ഗ്രാമീണ വിലാപകാവ്യം അത്രമേൽ മലയാളി മനസ്സിനെ കീഴടക്കിയിട്ടുണ്ട്. മലയാള കാവ്യ സാഹിത്യത്തിൽ പ്രണയം, വിരഹം, വിഷാദം ഇവയൊക്കെ ചാലിച്ചുകൊണ്ട് 58ഓളം കൃതികൾ നമുക്ക് സമ്മാനിച്ച മഹാകവി ചങ്ങമ്പുഴ ഇന്നും ഒരു കവിതയായി നമ്മുടെ ചുണ്ടുകളിൽ ഈണമിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയാള ഭാഷയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള കാവ്യ ഭാഷയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചങ്ങമ്പുഴ കവിതകളുടെ മനോഹാരിത ആസ്വദിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഈ വരികൾ പാടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ഈ കേരളക്കരയിൽ? എഴുത്തച്ഛന് ശേഷം മലയാള കാവ്യഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ചങ്ങമ്പുഴയുടെ കാലഘട്ടം 1911 മുതൽ 1948 വരെയാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആ പൊൻതാരകം ഉദിച്ചു, ജ്വലിച്ചു, അസ്തമിച്ചു. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം, ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം. ആദ്യകൃതിയായ ബാഷ്പാഞ്ജലിയിൽ തുടങ്ങി പിന്നീട് യവനിക, നർത്തകി, വസന്തോത്സവം, അസ്ഥിയുടെ പൂക്കൾ, ദേവത, ദിവ്യഗീതം, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, കളിത്തോഴി, സാഹിത്യ ചിന്തകൾ, ദേവഗീത എന്നിങ്ങനെ കൃതികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം.
ആയുരാരോഗ്യങ്ങൾ ആശീർവദിച്ചുകൊണ്ട് 1000 എത്തുന്നു കത്തുകൾ. ഓരോ സുഹൃത്തുക്കൾ അജ്ഞാതർ കൂടിയും ഈ രോഗശയ്യയിൽ എത്തിപ്പു സംഖ്യകൾ എന്നിങ്ങനെ നീറുന്ന തീച്ചൂളിൽ അവസാനിക്കുന്ന കാവ്യ വസന്തത്തിൽ തളിരിട്ടു പൂക്കാത്തതായി യാതൊന്നുമില്ല. രമണനിൽ ഉറ്റ സുഹൃത്തും കവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രണയവും വിരഹവും മരണവുമാണ് പ്രതിപാദ്യമെങ്കിൽ വാഴക്കുലയിൽ അന്നത്തെ സാമൂഹിക അനാചാരങ്ങളെയും ജന്മികുടിയാൻ വ്യവസ്ഥയുടെ കൊള്ളരുതായ്മയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് കവി ശബ്ദമുയർത്തുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയത്തിനും മുൻപായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചങ്ങമ്പുഴ കവിതകൾ കാലഘട്ടത്തിന്റെ ലഹരിയും ആവേശവും വിപ്ലവവും ആദർശവും ഒക്കെയായി മാറിയ സമയത്ത് തൃപ്പൂണിത്തുറ മഹാത്മാ ഗ്രന്ഥശാല ചങ്ങമ്പുഴയ്ക്കെതിരെ ഒരു പ്രമേയം പാസാക്കി. ചങ്ങമ്പുഴ എഴുത്തു നിർത്തണം. വിഷാദാത്മകമായ കവിതകൾ എഴുതി ചങ്ങമ്പുഴ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നു, ഇതായിരുന്നു ആരോപണം. ഇതിനെതിരെ ചങ്ങമ്പുഴ കരയും ഞാൻ കരയും ഞാൻ കരയും കവികളെ കഴിവിൽ കയറ്റുമോ ലോകമേ നീ, കരയുന്നതൊക്കെയും ഭീരുത്വമാണെങ്കിൽ അലറുന്നതൊക്കെയും ധൈര്യമാണോ എന്ന് തുടങ്ങി മരണഗോപുര ദ്വാരമെത്തും വരെ പിരിയുകയില്ല നിന്നെയും ശോകമേ എന്ന് കവിതയിലൂടെയാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. സമകാലികരായ വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, പാല നാരായണൻ നായർ, മഹാകവി പി കുഞ്ഞിരാമൻ നായർ, ബാലാമണിയമ്മ എന്നിവരുടെയൊക്കെ കവിതകളുടെ കുത്തൊഴുക്കുള്ളൊരു കാലഘട്ടത്തിലാണ് ചങ്ങമ്പുഴ കവിതകൾ കാവ്യോത്സവം തീർക്കുന്നതും ആസ്വാദകർ അദ്ദേഹത്തിന്റെ കവിതകളുടെ തേൻ നുകരാൻ മത്സരിച്ചതെന്നും അറിയുമ്പോൾ ഈ കാവ്യലോകത്ത് ചങ്ങമ്പുഴ വേറിട്ടൊരു ഇതിഹാസം തന്നെയായിരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശ്രീ സി ജെ തോമസിന്റെ ഓർമ്മകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നെപ്പോലെ അനേകായിരങ്ങളെ കവിത വായിക്കാനും ആസ്വദിക്കാനും പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മാന്ത്രിക തൂലികയാണ്. ഏതാനും ചിലരെ കൊണ്ട് കവിത എഴുതിപ്പിച്ചതും ആ മഹനീയ തേജസ്സായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു സാഹിത്യകാരന്മാരെ ഇടിച്ചു താഴ്ത്താതെ തന്നെ പറയാം, മലയാളത്തിലെ ഏറ്റവും ആത്മാർത്ഥതയുള്ള സാഹിത്യകാരൻ ചങ്ങമ്പുഴയായിരുന്നുവെന്ന്. ഇത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നീട് കാവ്യലോകത്തേക്ക് ഇറങ്ങിയവരെല്ലാം ചങ്ങമ്പുഴ പുഴയിൽ മുങ്ങി നീരാടിയവരായിരുന്നു. വയലാർ, ONV, P. ഭാസ്കരൻ എന്നിവരുൾപ്പെടെയുള്ള ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. നമ്മുടെ KR ഗൗരിയമ്മയുടെ ഓർമ്മകളിൽ സഹപാഠിയായിരുന്ന ചങ്ങമ്പുഴയുടെ കവിതകൾ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ക്ലാസ്സിൽ അധ്യാപകനായ കുറ്റിപ്പുറത്ത് കേശവൻ നായർ പഠിപ്പിക്കുമ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുകയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തൊരു സന്ദർഭം പരാമർശിക്കുന്നുണ്ട്. ഗൗരിയമ്മയുടെ ഓർമ്മകളിൽ വരച്ചിട്ടിരിക്കുന്ന ചങ്ങമ്പുഴ ചിത്രം ഇങ്ങനെയാണ്. നീണ്ടു മെലിഞ്ഞ് തലമുടി രണ്ടായി വകഞ്ഞ് കോതിവെച്ച് ഖദർ ജുബയും ഷോളും പുതച്ച ഒരു യുവാവ്. മുടി അല്പം പോലും ഒതുക്കമുള്ളതായിരുന്നില്ല. ചങ്ങമ്പുഴ സഹപാഠിയായിരുന്നുവെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഗൗരിയമ്മയുടെ കലാലയ ഓർമ്മകൾ ഇങ്ങനെയെങ്കിൽ മഹാകവി P. വരച്ചു കാട്ടിയ ഓർമ്മചിത്രം ഇങ്ങനെയായിരുന്നു. ചങ്ങമ്പുഴ അനന്ത ചക്രവാള ചുവട്ടിൽ ദാഹിച്ച വേഴാമ്പലായി പൊട്ടിക്കരഞ്ഞ് പറന്നകന്ന ചങ്ങമ്പുഴ. പുഞ്ചിരി പറ്റിയ ചുണ്ട്, കണ്ണീരണിഞ്ഞ കണ്ണ്, വാടിത്തളർന്ന തകർന്ന നാദം തെറിച്ച പുല്ലാങ്കുഴൽ, ഇടപ്പള്ളി മണൽവിരിയിൽ തകർന്ന ഓടക്കുഴൽ. പിയുടെ ഈ ഓർമ്മചിത്രം നമ്മളിലേക്ക് ഒരു നൊമ്പരമായി പടർന്നു കയറുന്നു. ജ്യോതിഷം വശമാക്കി സ്വന്തം ജാതകം എഴുതി ജീവിത ദശാചക്രം അറിഞ്ഞു ജീവിച്ച മറ്റൊരു മലയാള കവി നമുക്കുണ്ടായിരുന്നോ എന്ന കാര്യം സംശയമാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പരിതപിച്ചുകൊണ്ട് ജീവിച്ച ചങ്ങമ്പുഴ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണമേ മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നും പാടിയിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ ഗുരുവും കവിയുമായ ജി ശങ്കരക്കുറുപ്പ് ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഞങ്ങളൊക്കെ കവിതാക്ഷേത്രത്തിന് പുറത്ത് കാവ്യദേവതയെ ഉപാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങമ്പുഴ ശ്രീകോവിലിനുള്ളിൽ കാവ്യദേവതയുമായി സല്ലപിക്കുകയായിരുന്നു. ചേതോഹരങ്ങളായ കാവ്യാക്ഷരങ്ങൾ കൊണ്ട് പ്രണയശില്പം തീർത്ത ചങ്ങമ്പുഴ, മലയാളിക്ക് കാൽപ്പനിക വസന്തം സമ്മാനിച്ച ചങ്ങമ്പുഴ, കാവ്യദേവത പോലും പ്രണയിച്ച ചങ്ങമ്പുഴ. ആ ചങ്ങമ്പുഴയെ അവസാനം ക്ഷയരോഗവും പ്രണയിച്ചു. സ്വന്തം വീടിനോട് ചേർന്ന് കുടിൽ കെട്ടി താമസിച്ച് ക്ഷയരോഗത്തോട് പൊരുതുമ്പോൾ വീട്ടിൽ കിടന്ന് ചികിത്സിക്കുന്നതിലും മെച്ചമായിരിക്കുമെന്ന വിചാരത്തോടുകൂടി ചങ്ങമ്പുഴയെ തൃശൂർ മംഗളോദയ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മെച്ചപ്പെട്ട ചികിത്സയ്ക്കു വേണ്ടി കോയമ്പത്തൂർക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചന നടക്കുമ്പോൾ തന്നെ ചങ്ങമ്പുഴ മരണത്തെയും പ്രണയിച്ചു കഴിഞ്ഞിരുന്നു. മഹാകവിയെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വന്ന കാർ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇടപ്പള്ളിക്ക് എത്തിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ അമ്മയും മകനും ആശുപത്രിയിലേക്ക് എത്തി. അവർ പകൽ മുഴുവൻ മകന്റെ ആശുപത്രി തേടി അലയുകയായിരുന്നു. ആ അമ്മ മാറത്തടിച്ചുകൊണ്ട് ഒരു മുളഞ്ചിന്ത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോലായിലേക്ക് കയറിയപ്പോൾ രംഗമാകെ മാറിപ്പോയി. അത് അസഹനീയമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയത്. പിന്നീട് ആ അമ്മ
തന്റെ കൊച്ചുകുട്ടന്റെ ജഡവുമായി ഇടപ്പള്ളിയിലേക്ക് മടങ്ങി. അച്ചടക്കമില്ലാത്ത ജീവിതശൈലിയാണ് ചങ്ങമ്പുഴയുടെ രോഗത്തിനും പെട്ടെന്നുള്ള മരണത്തിനും കാരണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രാവേറെ ചെല്ലുവോളം മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന മഹാകവിക്ക് ആ മണ്ണെണ്ണ വിളക്കിന്റെ പുകച്ചിരുളുകൾ സമ്മാനിച്ചതാവാം രോഗമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇടപ്പള്ളിയിലെ മഹാകവി ചങ്ങമ്പുഴയുടെ സ്മൃതി മണ്ഡപത്തിൽ നിശബ്ദമായി ചെവിയോർത്താൽ നമുക്കും കേൾക്കാം അസ്ഥികളുടെ സ്പന്ദനം. മന്ദം മന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങളീ കല്ലറയ്ക്കുള്ളിൽ. മന്ദം മന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങളീ കല്ലറയ്ക്കുള്ളിൽ. പുഴയും മലയും കാടും മേടും നിറഞ്ഞൊരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന വരികൾക്ക് കാതോർക്കാൻ ക്ഷണിക്കുന്നു മുഹമ്മദ് വെമ്പായത്തിന്റെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേൻ എന്ന കവിത ആലപിക്കുന്നു കെ ജ്യോതിർമയി ടീച്ചർ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികളു പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തി ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞ മറു വീട്ടിലു പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിലപ്പുറമൺപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിലപ്പുറമൺപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാടു മരിച്ചേ പോയോ, അതോ വെറുമൊരു കനവാരുന്നോ? ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാടു മരിച്ചേ പോയോ, അതോ വെറുമൊരു കനവാരുന്നോ? അത് വെറുമൊരു കനവാരുന്നോ? അത് വെറുമൊരു കനവാരുന്നോ? കാഴ്ച പരിമിതിയുള്ളവരുടെ എഴുത്തും വായനയും സാധ്യമാക്കിയ ബ്രെയിലി ലിപിയുടെ ഉപജ്ഞാതാവായ ലൂയിസ് ബ്രെയിലിന്റെ ജീവിതം പറയുന്ന ഒരു പ്രഭാഷണമാണ് അടുത്തത്. പ്രഭാഷണം നടത്തുന്നത് എം ഉമേശൻ മാസ്റ്റർ. അന്ധരുടെ വിരൽത്തുമ്പുകളിൽ വിജ്ഞാനം പകർന്ന മഹാനായിരുന്നു ലൂയി ബ്രെയിൽ. കാഴ്ച നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ വിജ്ഞാനം പകർന്നുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു വാതിൽ തുറക്കുകയാണ് ഉണ്ടായത്. കാഴ്ചയില്ലാത്തവർ കേവലം ഭിക്ഷാന്തേഹികളും നിസ്സഹായകരുമായി കരുതപ്പെട്ട ഒരു കാലത്ത് നിരവധി എതിർപ്പുകളെയും ക്ലേശങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അവർക്കായി ഒരു എഴുത്തുരീതി കണ്ടുപിടിക്കുകയും അതിൻ്റെ വികാസത്തിനും പ്രചാരണത്തിനും വേണ്ടി മരണനിമിഷം വരെ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു ലൂയി ബ്രെയിൽ. അദ്ദേഹം കണ്ടുപിടിച്ച ബ്രെയിൽ ലിപി ലോകത്തുള്ള എല്ലാ അന്ധർക്കും വിജ്ഞാന സമ്പാദനത്തിനും മാനസിക ഉല്ലാസത്തിനും സാംസ്കാരിക പുരോഗതിക്കുമുള്ള ഫലപ്രദമായ ഒരു മാർഗമായി മാറുകയാണ് ഉണ്ടായത്. കാഴ്ചയില്ലാത്തവർക്ക് ആത്മാഭിമാനം
ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം, കഠിനാധ്വാനം, ശാസ്ത്രീയത്വം തുടങ്ങി ലോയി ബ്രെയിലിന്റെ ജീവിതം ഒരു പ്രചോദനമാവുകയാണ് ഉണ്ടായത്. ലോയി ബ്രെയിലിന്റെ ജീവിത കാലഘട്ടം 1809 അദ്ദേഹം ജനിച്ചത് ഫ്രാൻസിലാണ്. ജീനി നിർമ്മാണക്കാരനായ സിമോൺ ദയാദ്രെ പിതാവും അമ്മ മോനിക്കുമാണ്. ലോയി സാധാരണ കുട്ടികളെ പോലെ കാഴ്ചയുള്ള വ്യക്തി കൂടിയായിരുന്നു. ഒരു ദിവസം ആരും കാണാതെ അച്ഛന്റെ തൊഴിൽശാലയിൽ കടന്നു ചെല്ലുകയും ഒരു കൊച്ചു കത്തി കയ്യിലെടുത്ത് തുകൽ മുറിക്കാൻ തുടങ്ങിയതും ലോയി ബ്രെയിലിന്റെ കണ്ണിൽ ആ കത്തി തുളച്ചു കയറുകയും ചെയ്തു. ലോയിയുടെ വലതേ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വൈദ്യശാസ്ത്രം വേണ്ടത്ര പുരോഗതി പ്രാപിക്കാതെ കാലഘട്ടമായിരുന്നു അത്. ഏതാനും മാസങ്ങൾക്കും ശേഷം ഇടതുകണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. 5 വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായ അന്ധനായി മാറുകയാണ് ഉണ്ടായത്. ലോയിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഗ്നി പരീക്ഷയായിരുന്നു ഇത്. അക്കാലത്ത് അന്ധന്മാർ ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം. ആർക്കും വേണ്ടാത്തൊരു സമൂഹമായിരുന്നു കാഴ്ചയില്ലാത്തവർ എന്ന് പറയുന്നത്. ഇത് മാതാപിതാക്കളെ ഏറെ വേദനിപ്പിക്കുകയാണുണ്ടായത്. മാതാപിതാക്കളുടെ നിർലോഭമായ പിന്തുണ ലോയിക്ക് നൽകുകയും ചുറ്റുമുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ആളുകൾ, സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയൊക്കെ തിരിച്ചറിയാൻ അവനെ പഠിപ്പിച്ചു. അക്കാലത്തെ ലെക്ചറായിരുന്ന പാളോയിക്ക്, അതായത് അദ്ദേഹം ഫാദറായിരുന്നു, അവനോട് അമിതമായ വാത്സല്യമുണ്ടായിരുന്നു. പാളോയുടെ നിർദ്ദേശപ്രകാരം ലോയിയെ അടുത്തുള്ള ഗ്രാമീണ വിദ്യാലയത്തിലേക്ക് ചേർക്കുകയാണുണ്ടായത്. കാഴ്ച ഉള്ളവരോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ പഠനത്തിൽ സ്കൂൾ മാസ്റ്റർ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. പഠനത്തിൽ മിടുക്കനാണെങ്കിലും അക്ഷരങ്ങളുടെ രൂപം തിരിച്ചറിയാനാവാത്ത അവന് എങ്ങനെയാണ് എഴുത്ത് അഭ്യസിക്കുക എന്ന ചിന്താഗതി അവരിലുണ്ടായി. അതിനുവേണ്ടി പിതാവ് ഒരു എഴുത്തുവിദ്യ കണ്ടെത്തി. ഒരു പലകയിൽ ആണികൾ തറച്ച് അക്ഷരമാല ഉണ്ടാക്കി രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. കുട്ടി സ്പർശിച്ച് ക്ഷമാപൂർവം പഠിച്ചു. ഈ ലിപി ബ്രെയിൽ ലിപിയുടെ മുൻഗാമി എന്ന് വിളിക്കപ്പെടാവുന്നതാണ്. 1819 റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഒരു അന്ധവിദ്യാലയമായിരുന്നു അത്, ആ അന്ധവിദ്യാലയത്തിൽ തന്റെ 10ാം വയസ്സിൽ അദ്ദേഹം പ്രവേശനം നേടുകയുണ്ടായി. ഈ അന്ധവിദ്യാലയം എന്ന് പറഞ്ഞ ലോകത്തെ ഏക അന്ധവിദ്യാലയം കൂടിയായിരുന്നു. പ്രശസ്തിയിലേക്കുള്ള ആദ്യ കാൽവയ്പ് കൂടിയായിരുന്നു ലോയി ബ്രെയിലിന്റെ ഈ അന്ധവിദ്യാലയത്തിലേക്കുള്ള പ്രവേശനം. 1784 വാലന്റൈൻ ഹാർവി റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയാണുണ്ടായത്. ലോകത്തിൽ ആദ്യ വിദ്യാലയം എന്ന് ഇതിനെ അറിയപ്പെടുന്നു. പ്രവേശനം നേടിയ ലോയി ബ്രെയിൽ സ്കൂളിൽ പൊരുത്തപ്പെടാൻ നന്നേ പ്രയാസം അനുഭവിച്ചു. അദ്ദേഹം ഇവിടെ നിന്ന് ഫ്രഞ്ച്, ഗണിതം, ഭൂമിശാസ്ത്രം, സംഗീതം തുടങ്ങിയ പാഠ്യവിഷയങ്ങളും നെയ്ത്ത്, കസേര, കരകൗശല വിദ്യ എന്നിവയും ഇവിടെ പഠിച്ചു. സ്കൂളിൽ സ്വീകരിച്ച പഠനരീതി തടി കൊണ്ടുള്ള അക്ഷരങ്ങൾക്ക് പകരം ഈയക്കട്ടകളിലുള്ള ടൈപ്പുകളിൽ വച്ച് പ്രസ് ചെയ്ത കാർഡ്ബോർഡുകളായിരുന്നു. ആ ബോർഡുകളിൽ മുഴിച്ചു നിന്നിരുന്ന സാധാരണ അക്ഷരങ്ങൾ വിരൽത്തുമ്പ് കൊണ്ട് തപ്പി വായിക്കുകയായിരുന്നു. ഇത് വളരെ മുഷിപ്പുണ്ടാക്കുന്നതും സാവകാശം മാത്രമേ വായിക്കാൻ കഴിയുകയുള്ളൂ എന്നതും ഇതിന്റെ ഒരു ന്യൂനതയാണ്. ലൂയി ഇത്തരം പുസ്തകങ്ങളുടെ സഹായത്തോടെ പാഠഭാഗങ്ങൾ പഠിച്ചു. പഠനത്തിൽ അവന്റെ സഹപാഠികളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഉന്നത വിജയം നേടുകയാണ് ഉണ്ടായത്. ദാസ് പാപ്പിയർ ഒരു പുതിയ എഴുത്ത് രീതി അവരെ പരിചയപ്പെടുത്തിയത്. സോണോഗ്രാഫി എന്നാണ് ഇതിന്റെ പേര്. മെറ്റേണൽ റൈറ്റിംഗ്. കാർഡ്ബോർഡിൽ ഉയർന്നു നിൽക്കുന്ന കൊത്തുകളും വരകളുമായിരുന്നു അത്. ഓരോ ചിഹ്നവും ഓരോ പ്രത്യേക സ്വരത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. യുദ്ധകാലത്തെ രാത്രിയിൽ സൈനികരുടെ രഹസ്യങ്ങൾ കൈമാറുന്നതിന് ഈ രീതി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന് പ്രകാശം ആവശ്യമില്ല എങ്കിലും ബാർബിയർ
ഇല്ല എന്നും ബാർബർ വിശദീകരിച്ചു. ഈ രീതി കുട്ടികളെ ആകർഷിക്കുകയും അത് വായന എളുപ്പമാക്കുകയും ചെയ്തു. മാത്രമല്ല തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ രീതിക്ക് ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു. ധാരാളം കുത്തുകൾ ഉപയോഗിക്കണമായിരുന്നു. പൂർണ്ണമായും ഉച്ചാരണ അടിസ്ഥാനം ഇല്ലായിരുന്നു. സ്പെല്ലിങ്ങിന്റെ പ്രാധാന്യം കുറവായിരുന്നു. ലോയി ഈ വിദ്യയുടെ പരിഷ്കരണത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. ലോയി തന്റെ 12-ാം വയസ്സിൽ ബാർബറിന്റെ കണ്ടുപിടുത്തം ചില പരിഷ്കാരങ്ങളോട് കൂടി മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. മാറ്റങ്ങൾക്ക് നിർദ്ദേശിച്ച ക്യാപ്റ്റൻ ഇതിന് പിന്തുണ നൽകുകയും ചെയ്തു. ആദ്യം ഈ എഴുത്തു രീതി 14 കുത്തുകളോട് കൂടിയതായിരുന്നു. ലംബമായി 2 വരികളാണ് ക്രമീകരിക്കപ്പെട്ടത്. നീളത്തിൽ 7 ചാലുകളുള്ള റോളർ, അതിന്മേൽ ചരിക്കുന്ന ഒരു ക്ലിപ്പും. ബ്രെയിൽ കണ്ടുപിടുത്തത്തിന്റെ ആദ്യ രൂപം ഇങ്ങനെയായിരുന്നു. 1924 ബ്രെയിൽ കണ്ടുപിടുത്തത്തിന് അവസാനം കുറിച്ചത്. ലോയി എഴുത്തു വിദ്യ കണ്ടുപിടിക്കാൻ അക്ഷീണം പ്രയത്നിക്കുകയും അങ്ങനെ 1824 14 കുത്തുകൾക്ക് പകരം 3 കുത്തുകൾ വീതമുള്ള 2 സെല്ലുകൾ ക്രമീകരിച്ചു. ഈ ലിപി അംഗീകരിക്കുകയും ചെയ്തു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അനുവാദം നൽകി. എഴുത്ത്, വായന ഇവയ്ക്ക് പുറമെ സംഗീതം, പാഠപുസ്തകം പകർത്താനും സഹായിച്ചു. ഹാർബി കണ്ടുപിടിച്ച എഴുന്നു നിൽക്കുന്ന അക്ഷരങ്ങളുടെ സ്ഥാനത്ത് ലോയി ബ്രെയിലിന്റെ കുത്തുകൊണ്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുവാൻ അനുവദിക്കണമെന്ന് ഹോം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഇതിന് ഹോം സെക്രട്ടറി നൽകിയ മറുപടി ബ്രെയിൽ രീതിക്ക് എതിരായ വാദമുഖം നിരത്തുകയാണുണ്ടായത്. ബ്രെയിൽ അക്ഷരമാലയ്ക്ക് സാധാരണ അക്ഷരമാലയോട് രൂപസാദൃശ്യം ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിനാൽ ഇതിന്റെ ഉപയോഗം അന്ധരെ കാഴ്ചയുള്ളവരിൽ നിന്നും അകറ്റി നിർത്തപ്പെടും എന്നും അവർ കണ്ടെത്തുകയുണ്ടായി. എങ്കിലും ലോയി ബ്രെയിൽ 1829 തന്റെ ലിപിയെ കുറിച്ച് വിശദീകരണം നടത്തി. അടിസ്ഥാന ചിഹ്നമായി 6 കുത്തുകൾ, ഓരോ അക്ഷരവും 1 അതിലധികമോ കുത്തുകളുടെ സംയോജകങ്ങളാണ് എന്നും ഈ കുത്തുകളുടെ സ്ഥാനവ്യത്യാസം കൊണ്ട് 63 മുദ്രകൾക്ക് അദ്ദേഹം രൂപം നൽകി. കാഴ്ചയുള്ളവർ ഉപയോഗിക്കുന്ന എല്ലാ ലിഖിത ചിഹ്നങ്ങൾ ഇതുകൊണ്ട് എഴുതാൻ സാധിച്ചു. ഒരു ബ്രെയിൽ സെല്ലിന് 2 കുത്തുകളുടെ വീതിയും 3 കുത്തുകളുടെ ഉയരവും ഉണ്ട്. ബ്രെയിൽ, സ്ലേറ്റ്, സ്റ്റൈലസ് ഇവ ഉപയോഗിച്ച് കൈകൊണ്ട് എഴുതാം. പ്രതലത്തിൽ 1 ഇഞ്ചിന്റെ അതായത് 8-1 അകലത്തിൽ സമാന്തരമായും ലംബമായും ചാലുകളോടുകൂടി ഒരു ബോർഡും അതിനു മുകളിൽ ഘടിപ്പിച്ച ടിൻ ഫ്രെയിമുമാണ് ഒരു ബ്രെയിൽ സ്ലേറ്റ് എന്ന് പറയുന്നത്. ബോർഡിന് മുകളിൽ കട്ടിയുള്ള പേപ്പർ വയ്ക്കുകയും ബ്രെയിൽ സെല്ലുകളിൽ സ്റ്റൈലസ് ഉപയോഗിച്ച് കുത്തുമ്പോൾ ഡോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. വലതുനിന്ന് ഇടത്തോട്ട് എഴുതി കടലാസ് തിരിച്ചു വച്ച് ഇടതുനിന്ന് വലതോട്ട് വായിക്കുന്നു. ഇതാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. ഉപയോഗിച്ചുകൊണ്ട് ലോയി ധാരാളം പുസ്തകങ്ങൾ എഴുതി. സാഹിത്യം ലോകത്ത് കടന്നു വന്ന ആദ്യ അന്ധൻ എന്ന ബഹുമതി കൂടി ലോയി ബ്രെയിലിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഈ രീതിക്ക് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ല. ഇതിനിടയിൽ 1828 ഈ വിദ്യാലയത്തിന് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ലഭിച്ചു. ഭൂമിശാസ്ത്രം, ബീജഗണിതം ഇവ പഠിപ്പിച്ചു. കുട്ടികൾ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ആസ്വദിക്കുകയും ആനന്ദമായി കണക്കാക്കുകയും ചെയ്തു. ഇതിനു പുറമെ ലോയി ബ്രെയിൽ ഓർഗൻ വായിക്കാനും കഴിയുമായിരുന്നു. പകൽ സമയം പഴയ രീതിയിൽ ബ്രെയിൽ പഠിപ്പിക്കുകയും എന്നാൽ രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് രഹസ്യമായി തന്റെ ലിപി പഠിപ്പിക്കുകയും ചെയ്തു. ബ്രെയിൽ രീതി പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കുട്ടികളുടെ സ്കൂൾ ഈ ലോയി ബ്രെയിലിന്റെ പുതിയ കണ്ടുപിടുത്തം അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സംഗീത വിദ്യാർത്ഥി ആയിരുന്നു തെരേസ എന്ന് പറയുന്നത്. തെരേസയും ഒരു അന്ധബാലിക കൂടി ആയിരുന്നു. ലിപി ഉപയോഗിച്ചാണ് സംഗീത പാഠങ്ങളൊക്കെ എഴുതി വച്ചിരുന്നത്. ലിപിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചത് ഏതാണ്ട് 20 വർഷത്തിന് ശേഷമായിരുന്നു.
1844 ഈ ലിപി പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടുന്നത്. അധ്വാനത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് ആ അംഗീകാരം തേടി വന്നത്. 1844 ക്ഷയരോഗത്താൽ അദ്ദേഹം കിടപ്പിലാവുകയും അതിനാൽ അധ്യാപക ജോലി ഉപേക്ഷിക്കുവാനും നിർബന്ധിതനായി. ഗവേഷണത്തിനായി ലോയി ബ്രെയിലിന് എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി കൊടുത്തു. ബ്രെയിൽ പ്രിന്റ് ചെയ്യുന്നതിനുള്ള പല രീതികൾ പരീക്ഷിച്ചു. ബൈബിൾ, സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെ പല പുസ്തകങ്ങൾ ഈ ലിപിയിൽ പകർത്തി എഴുതി. എല്ലാ രാജ്യങ്ങളും ബ്രെയിൽ ലിപി അംഗീകരിക്കുവാൻ തുടങ്ങി. 1847 ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ തന്റെ അധ്യാപന ജോലി വീണ്ടും തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ 3 വർഷം മാത്രമാണ് ആ അധ്യാപന ജോലി തുടർന്നത്. 1852 ജനുവരി 6 സമയം 7:30 അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത്. മരിച്ചു 2 വർഷത്തിന് ശേഷം ഈ ലിപിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയാണ് ഉണ്ടായത്. ഫ്രാൻസ് ഭരണാധികാരി ലിനോ പോളിനോ പാരീസ് ഇന്റർനാഷണൽ എക്സിബിഷനിൽ ബ്രെയിൽ സിസ്റ്റം ഉൾപ്പെടുത്താൻ ഉത്തരവായി. ആ നിമിഷം മുതൽ ബ്രെയിൽ എല്ലാ ഭാഷകളിലും എല്ലാ ദേശങ്ങളിലുമുള്ള അന്ധർക്ക് വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറക്കുകയാണ് ഉണ്ടായത്. 1952 ജൂലൈ 20 ലോയിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ പാന്തിയനിലേക്ക് മാറ്റി. ഈ സ്ഥലം മഹാന്മാരുടെ അന്ത്യവിശ്രമ സ്ഥലം കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ബ്രെയിൽ രീതിയും വിദ്യാഭ്യാസവും എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇറ്റാലിയൻ വിശുദ്ധനായ ഫാദർ ലാന 1670 കുത്തുകളുള്ള ബ്രെയിൽ ലിപിയുടെ ആദ്യ രൂപം തയ്യാറാക്കി. അതിനുശേഷം 1 നൂറ്റാണ്ട് വരെ വാലന്റൈൻ ഹാർവി റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഈ രംഗത്തെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ചാൾസ് ബാർബേർ ആയിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ഉയർന്ന മുദ്രകൾ വായിക്കുന്ന രീതി. ഫ്രഞ്ച് ഭാഷയിലെ 36 ശബ്ദങ്ങളെ 2 ലംബവരികളിലായി സജ്ജീകരിക്കുന്ന 14 കുത്തുകളുടെ വിവിധ സംയോഗങ്ങൾ കൊണ്ട് ഇതിൽ സൂചിപ്പിച്ചു. ഒരു വരിയിൽ 2 വീതം 7 വരികളായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ വരികൾ അന്ധർക്ക് വിരൽത്തുമ്പുകൊണ്ട് തൊട്ട് വായിക്കുന്നവ കൂടിയാണ്. ഈ രീതിയെക്കുറിച്ച് ആണ് സാധാരണ എഴുത്ത് കണ്ണിനോട് സംസാരിക്കുന്നു, ഈ എഴുത്ത് രീതി വിരലിനോട് സംസാരിക്കുന്നു എന്നാണ് ഈ എഴുത്ത് രീതിയെക്കുറിച്ച് പറയുന്നത്. 9 വരികളോടുകൂടിയ അക്ഷരലിപി രൂപപ്പെടുത്തി. സ്റ്റൈലസ് ഉപയോഗിച്ച് വരകളിടാൻ സാധ്യമല്ല. 1837 ഇന്ന് നിലവിലുള്ള ബ്രെയിൽ ലിപിക്ക് രൂപം നൽകി. 7 വരി 63 രൂപങ്ങൾ. ഇത് ക്രോഡീകരിച്ചത് ദി മെത്തേഡ് എന്ന പുസ്തകത്തിലൂടെയാണ്. ലോയി ബ്രെയിലിന്റെ മരണശേഷം ഈ രീതി ലോകത്തുടനീളം വ്യാപിക്കുകയും ചെയ്തു. 1837 പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രം ബ്രെയിൽ ലിപിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1847 ബ്രിട്ടനിൽ ലിപിയിൽ പാഠപുസ്തകങ്ങൾ അച്ചടിക്കപ്പെടാൻ തുടങ്ങി. ലോയി ബ്രെയിൽ മരിച്ചു 7 മാസത്തിനു ശേഷം 1852 ഈ ലിപി പരസ്യമായി അംഗീകരിക്കപ്പെട്ടു. 1854 റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദേശ ഭാഷകളിലുള്ള പുസ്തകം ദി ഡയറക്ടർ പ്രസിദ്ധീകരിക്കപ്പെടുത്തി. പോർച്ചുഗീസ് റീഡിംഗ് മാനുവൽ എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഫ്രാൻസിലെ വിവിധ പ്രവിശ്യകളിൽ ബ്ലൈൻഡ് സ്കൂൾ എണ്ണം വർദ്ധിപ്പിക്കപ്പെട്ടു. 1852 ലോസനിൽ അന്ധർക്കായുള്ള ആതുരശാലയിൽ ബ്രെയിൽ രീതിയെ എത്തുകയും ചെയ്തു. ഈ സ്ഥാപനത്തിൽ നിന്ന് 1860 ബ്രെയിൽ ലിപിയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഫ്രാൻസിന് പുറത്ത് അച്ചടിക്കുന്ന ആദ്യ ബ്രെയിൽ പുസ്തകം കൂടിയായിരുന്നു ഇത്. തുടർന്ന് ഫ്രഞ്ച്, ജർമ്മനി സ്കൂൾ പാഠപുസ്തകങ്ങൾ ബ്രെയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിനുശേഷം ബൈബിൾ,
ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടു. 32 വാള്യം, 4600 പേജ്, 60 കിലോഗ്രാം തൂക്കം. ഇതായിരുന്നു ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. 878 സെപ്റ്റംബർ 27 പാരീസിൽ നടത്തപ്പെട്ട അന്തർദേശീയ കോൺഗ്രസ് ബ്രെയിൽ രീതിയിൽ മാറ്റം കൂടാതെയുള്ള ഉപയോഗം അംഗീകരിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിൽ 1868-83 ഇടയിൽ ഈ രീതി വളർന്നു വരികയാണുണ്ടായത്. റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ അസോസിയേഷൻസ് സ്ഥാപകൻ ഡോക്ടർ ആർബിറ്റേജ് USA ആൻഡ് ബ്രിട്ടീഷുകാരും ബ്രെയിൽ ചുരുക്കെഴുത്തുകൾക്ക് അനുമതി നൽകുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യ അന്ധവിദ്യാലയം 1887 അമൃത്സറിൽ സ്ഥാപിക്കപ്പെട്ടു. മിഷണറി വനിതയാണ് ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം 1890 പാളയംകോട്ട, 1897 കൽക്കത്ത, 1900 ബോംബെയും ബ്ലൈൻഡ് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിന്റെ ആദ്യ അന്ധവിദ്യാലയം കുന്നംകുളത്ത് 1934 സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം കേരളത്തിൽ നിരവധി അന്ധവിദ്യാലയങ്ങൾ ഗവൺമെന്റ് തലത്തിലും അതുപോലെ തന്നെ അർദ്ധ സർക്കാർ വിഭാഗത്തിലും രൂപം കൊണ്ടു. ഇന്ന് 4 അന്ധവിദ്യാലയങ്ങൾ ഗവൺമെന്റ് മേഖലയിലും 9 അന്ധവിദ്യാലയങ്ങൾ അർദ്ധ സർക്കാർ മേഖലയിലും പ്രവർത്തിച്ചു വരുന്നു. 1947 ഇന്ത്യയിലാകെ 50-ലേറെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. രാജ്യത്തുടനീളം വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രീതിയിൽ 8ഓളം ബ്രെയിൽ കോഡുകൾ നിലവിലുണ്ടായിരുന്നു. 1949 ഏകീകൃതമായ ഒരു ബ്രെയിൽ കോഡ് യുനെസ്കോയുടെ സഹായത്തോടു കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. 1851 ഇന്ത്യയിൽ ഒരു ഏകീകൃത ബ്രെയിൽ കോഡ് നിലവിൽ വരികയും ചെയ്തു. ചുരുക്കത്തിൽ ലൂയി ബ്രെയിൽ കാഴ്ച പരിമിതരുടെ എഴുത്ത് വായന പരിപോഷിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഇന്നും ഭാവിയിലും വിലമതിക്കാൻ പറ്റാത്തതാണ്. അത് കാഴ്ച പരിമിതരുടെ ആത്മവിശ്വാസം വളർത്താനും ആത്മധൈര്യം വികസിപ്പിക്കുവാനുമുള്ള ഒരു രീതിയായി തുടർന്നും ഇത് എന്നും അംഗീകരിക്കപ്പെടും എന്നുകൂടി ഇതിനോടകം അറിയിക്കുകയാണ്. CV ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകളിൽ എന്നും എന്ന സ്വന്തം കവിത കവിയുടെ ശബ്ദത്തിൽ കേൾക്കാം. പല നാളും നമ്മൾ കണ്ടിരുന്നു, ഒരു നാളിൽ നമ്മൾ മിണ്ടിയെന്നു, കണ്ടപ്പോഴീ നമ്മളെപ്പോഴോ കണ്ടു എന്നറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു. പല നാളും നമ്മൾ കണ്ടിരുന്നു, ഒരു നാളിൽ നമ്മൾ മിണ്ടിയെന്നു, കണ്ടപ്പോഴീ നമ്മളെപ്പോഴോ കണ്ടു അറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു. പല കൈകൾ ഒരു വേളയൊറ്റത്തലോടലായി മാറുന്നതിൻ മന്ത്രമാർക്കറിയാം. പല കൈകൾ ഒരു വേളയൊറ്റത്തലോടലായി മാറുന്നതിൻ മന്ത്രമാർക്കറിയാം. ഒരു നോക്കിലൊരു വാക്കിലെല്ലാരും ഒന്നാകും ഹൃദയമന്ത്രത്തിൻ രഹസ്യമെന്തോ. അറിയില്ലയൊന്നിനും ഉത്തരമെങ്കിലും അറിയാമെൻ ഹൃദയത്തിനുള്ളറയിൽ. അറിയില്ലയൊന്നിനും ഉത്തരമെങ്കിലും അറിയാമെൻ ഹൃദയത്തിനുള്ളറയിൽ. എവിടെയോ ചാടി മറഞ്ഞു കളിക്കുമ പൈതൽ മറ നീക്കി വന്നതാകാം. അതുമല്ല എങ്കിലൻ മനസ്സിൻ്റെ വേലികൾ ഞാൻ തന്നെ തച്ചു തകർത്തതാകാം. അതുമല്ല എങ്കിലൻ മനസ്സിൻ്റെ വേലികൾ ഞാൻ തന്നെ തച്ചു തകർത്തതാകാം.
പല നാളും നമ്മൾ കണ്ടിരുന്നു, ഒരു നാളിൽ നമ്മൾ മിണ്ടിയെന്നു. കണ്ടപ്പോഴീ നമ്മളെപ്പോഴോ കണ്ടുവെ എന്നറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു. ഒരിക്കലും നീ എൻ്റെ സഹജാതയായില്ല, സഹചാരിയായി ഞാൻ വന്നുമില്ല. ഒരിക്കലും നീ എൻ്റെ സഹജാതയായില്ല, സഹചാരിയായി ഞാൻ വന്നുമില്ല. പക്ഷേ എൻ ഹൃദയത്തിൽ പക്ഷിയെപ്പോലെ നീ ചിറകിട്ടടിച്ചു പറക്കയല്ലോ. പ്രളയമോ പ്രഹരമോ എന്തൊക്കെയാകിലും അച്ചിറകൊച്ചയിൽ തോറ്റുപോകാം. പ്രളയമോ പ്രഹരമോ എന്തൊക്കെയാകിലും അച്ചിറകൊച്ചയിൽ തോറ്റുപോകാം, തോറ്റുപോകാം. പല നാളും നമ്മൾ കണ്ടിരുന്നു, ഒരു നാളിൽ നമ്മൾ മിണ്ടിയെന്നു. കണ്ടപ്പോഴീ നമ്മളെപ്പോഴോ കണ്ടുവെ എന്നറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു. ചിരി തൂകുമമ്പിളി വഴി മാറുമൊരു നേരം, അതുപോലെ ഈ നാളും പോയി മറയും. ചിരി തൂകുമമ്പിളി വഴി മാറുമൊരു നേരം, അതുപോലെ ഈ നാളും പോയി മറയും. പക്ഷേ യതരുണന്റെ വരവിനു വേണ്ടിയ നിന്നോർത്തു നമ്മൾക്കും ആശ്വസിക്കാം. നിന്റെ ആ ചോരയും എൻ്റെ ഈ വീര്യവും തമ്മിലുടയ്ക്കാതെ കാത്തുകൊള്ളാം. നിന്റെ ആ ചോരയും എൻ്റെ ഈ വീര്യവും തമ്മിലുടയ്ക്കാതെ കാത്തുകൊള്ളാം. എവിടെയാണെങ്കിലും മനസ്സിൻ്റെ മൂലയിൽ ഒരു ചെറു ചിത്രമായി കാത്തുവയ്ക്കാം. പിരിയുമ്പോഴല്ലേ നാം എത്ര സ്നേഹിച്ചെന്ന് ഹൃദയം തുറന്നു പറയുകയുള്ളൂ. ഒരു വാക്കു മാത്രമേ വേളയിൽ തന്നിടാം, ഒരു നാളും നമ്മൾ പിരിയുകില്ല. പിരിയുമ്പോഴല്ലേ നാം എത്ര സ്നേഹിച്ചെന്ന് ഹൃദയം തുറന്നു പറയുകയുള്ളൂ. ഒരു വാക്കു മാത്രമേ വേളയിൽ തന്നിടാം, ഒരു നാളും നമ്മൾ പിരിയുകില്ല. നമ്മളെ 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 നാടിൻ്റെ നാടീഞരമ്പായി മാറേണ്ടവർ ഒരുപാടു നന്ദി പറയാമരക്ഷണം ഇവിടെ എത്താൻ വഴി കാട്ടിയോർക്കായി, കാട്ടിയോർക്കായി. നമ്മളെ 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 നാടിൻ്റെ നാടീഞരമ്പായി മാറേണ്ടവർ ഒരുപാടു നന്ദി പറയാമരക്ഷണം ഇവിടെ എത്താൻ വഴി കാട്ടിയോർക്കായി. പല നാളും നമ്മൾ കണ്ടിരുന്നു, ഒരു നാളിൽ നമ്മൾ മിണ്ടിയെന്നു. കണ്ടപ്പോഴീ നമ്മളെപ്പോഴോ കണ്ടുവെ എന്നറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു, അറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു, അറിയാതെ മിഴികൾ പറഞ്ഞിരുന്നു. നോവലാഖ്യാനത്തിന് പുതുമാതൃകയായ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം, സമുദ്രശില എന്നീ കൃതികളുടെ രചനാ വൈഭവത്തെ പരിചയപ്പെടുത്തുന്ന തലമുറകൾക്ക് വേണ്ടി ഉപാധികളില്ലാത്ത സ്നേഹം എന്ന പുസ്തകാസ്വാദനം നടത്തുന്നത് ഗീത ടീച്ചർ. ഇന്നത്തെയും നാളത്തെയും തലമുറകൾ വായിച്ചിരിക്കേണ്ട രണ്ട് പുസ്തകങ്ങളാണ് മനുഷ്യനൊരാമുഖവും സമുദ്രശിലയും. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ തന്റെ ആദ്യ നോവലിന് തുടക്കം കുറിച്ചപ്പോൾ വായനക്കാർക്ക് ലഭ്യമായത് ഇതുവരെ കാണാത്തൊരു രചനാ വൈഭവമായിരുന്നു. കുന്തലതയിൽ തുടങ്ങി ലക്ഷണമൊത്ത ഇന്ദുലേഖയിലൂടെ വളർന്നു പന്തലിച്ച നമ്മുടെ മലയാള നോവൽ സാഹിത്യത്തെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്നതിനുള്ള ഒരു പരിശ്രമം എഴുത്തുകാരൻ മനുഷ്യനൊരാമുഖം എന്ന നോവലിലൂടെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ആ പൂർണ്ണതയ്ക്ക് അല്പം കൂടി ചന്തം ചാർത്തിക്കൊണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം
സമുദ്രശില കൂടി മലയാള ശ്രേഷ്ഠ ഭാഷയ്ക്ക് സമ്മാനിച്ചപ്പോൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിലും വായനക്കാരായ നമ്മുടെ മനസ്സിലും പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകന്മാരൊന്നും നമ്മുടെ കൈപിടിക്കാനില്ലാത്ത ഈ കാലഘട്ടത്തിൽ പുതുതലമുറ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് മനുഷ്യനൊരാമുഖം. 1729 മുതൽ 1949 വരെയുള്ള 12 തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണം കേരള ചരിത്രത്തിലെ സുപ്രധാനമായൊരു കാലഘട്ടമാണ്. എന്നാൽ അതിൽ നിന്നും രാജാവിന്റെ അപ്രീതിക്ക് പാത്രമായാൽ നേരിടേണ്ടി വരുന്ന ആൾക്കൂട് അഥവാ ചിത്രവധക്കൂട് ഉപയോഗിച്ചുള്ള മൃഗീയമായ ശിക്ഷാരീതി മാത്രമെടുത്ത് അയ്യാപ്പിള്ളയിൽ തുടങ്ങി ജിതേന്ദ്രനിൽ അവസാനിക്കുന്ന ഈ നോവലിൽ 5 തലമുറയിലൂടെ നൂറ്റാണ്ടിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ എഴുത്തിന്റെ എന്ത് മായാജാലമാണ് എഴുത്തുകാരൻ പ്രയോഗിച്ചതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരം, പാരമ്പര്യം, ജീവിതം എല്ലാം കാലഘട്ടത്തിനനുസരിച്ച് വരച്ചു കാട്ടുമ്പോൾ മനുഷ്യനൊരാമുഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, പൂർണ്ണ വളർച്ച എത്തുന്നതിനു മുൻപേ മരിച്ചുപോകുന്ന ഈ മർത്യജന്മത്തെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ശ്രമമാണ് ഈ നോവലിലൂടെ എഴുത്തുകാരൻ നടത്തുന്നതെന്ന്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 ഭാഗങ്ങളിലായി 40 അധ്യായങ്ങളിലൂടെ നാളേക്ക് വേണ്ടി എഴുത്തുകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചരിത്രമാണ് മനുഷ്യനൊരാമുഖം. ജിതേന്ദ്രൻ ആൻമേരിക്ക് അയച്ച ഓരോ കത്തും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ വാക്കും നമുക്ക് വേണ്ടി മാത്രം എഴുതിയതാണെന്ന്. ഉദാഹരണത്തിന് ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വ്യക്തിപരമായി ഒരു മേന്മയും ഒരാൾക്ക് അവകാശപ്പെടാനില്ലാതെ വരുമ്പോൾ അയാൾ തന്റെ ജാതി മിടുക്കുമായി രംഗത്ത് ചാടുന്നു. ഒന്നുമില്ലെങ്കിൽ എന്താ, ഞാനൊരു സവർണനല്ലേ? ജാതി വ്യവസ്ഥയെ കൂട്ടുപിടിച്ചുള്ള ഈ അഭിമാനം കൊള്ളലിനെതിരെ ഇത്രയേ വേണ്ടൂ നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ. ഒരിത്തിരി കലങ്ങിയ പുഴയായി ആദ്യ ഭാഗത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് കലങ്ങിയ പുഴയായി വായനക്കാരുടെ മനസ്സും മാറുന്നുണ്ട്. എന്നാൽ കുറ്റിപ്പുഴ സ്മാരക വിജ്ഞാനപോഷിണി വായനശാലയുടെ ബോർഡ് ഉയരുമ്പോഴേക്കും കാലവും ഒപ്പം വായനക്കാരുടെ മനസ്സും തെളിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവും. നോവലിന്റെ അവസാനം ഒരു നോവായി മാറുന്നുണ്ട് കുഞ്ഞുവമ്മ എന്ന കഥാപാത്രം. കുഞ്ഞുവമ്മയുടെ അമ്മയെക്കുറിച്ച് നന്ദ്യാർവട്ടം അധ്യായത്തിൽ പരാമർശിക്കുമ്പോൾ മലയാളിക്ക് വെറും കേട്ടുകേഴ്വി മാത്രമുള്ള 99 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ 2018 മലയാളി ഒന്നടങ്കം പ്രളയത്തോട് മുഖാമുഖം പൊരുതുമ്പോൾ ഇതേ എഴുത്തുകാരൻ തന്റെ 2ാമത്തെ നോവലിന്റെ ക്ലൈമാക്സ് ആ പ്രളയത്തിൽ സൃഷ്ടിക്കുകയായിരുന്നു എന്നത് യാദൃശ്ചികം മാത്രം. മനുഷ്യനൊരാമുഖത്തിൽ ഹരിഹരപ്പെട്ടു പോകുക എന്ന പ്രയോഗം നമുക്ക് പുതുമ നൽകുന്ന ഒന്നാണ്. അതുപോലെ എമ്പിള്ള എളവ എന്ന വാക്യം പലപ്പോഴും നമ്മൾ സ്നേഹത്തോടെ പ്രയോഗിക്കാറുണ്ട്. ഇതുപോലെ സ്ത്രീ മനസ്സിൽ കയറിക്കൂടിയ പല വാക്യങ്ങളും നമുക്ക് സമുദ്രശിലയിലും കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യാപിള്ളയും അയ്യാട്ടുംപിള്ളയും തച്ചനക്കരയും നാറാപ്പിള്ളയും കുഞ്ഞുവമ്മയും ചിന്നമ്മയും ജിതേന്ദ്രനും ഉൾപ്പെടെ ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളും എത്തിച്ചേരും പൂർണ്ണ വളർച്ച എത്തുന്നതിനു മുൻപ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ അവാർഡും വയലാർ അവാർഡും ഉൾപ്പെടെ മലയാളത്തിന് കിട്ടാവുന്നത്ര പുരസ്കാരങ്ങളുമായി മനുഷ്യനൊരാമുഖവും സുഭാഷ് ചന്ദ്രനും പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എഴുത്തുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിതിയുടെ നാഭിയിലടിഞ്ഞ ചെളിയിൽ നിന്നും വിരിഞ്ഞു പൊന്തുന്ന താമര പോലെ 10 വർഷങ്ങൾക്കിപ്പുറം 2019 അതാ സമുദ്രശിലയും. ഇക്കുറി സ്ത്രീയാണ് പുരുഷനേക്കാൾ വലിയ മനുഷ്യൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉപാധികളില്ലാത്ത സ്നേഹം തേടിയുള്ള യാത്രയാണ് സമുദ്രശിലയിൽ. സമുദ്രത്തോളം ആഴമുള്ളൊരു നോവൽ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായി 27 അധ്യായങ്ങളിലായി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ നോവലിനെ കുറിച്ച് പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ വായനക്കാരിൽ ഒരുതരം വായനാ വിഭ്രാന്തി സൃഷ്ടിക്കാൻ കഴിയുന്നൊരു നോവൽ. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലൊരു വിങ്ങലായി കൂടെ കൂടുന്ന അമ്പയും മകൻ അനന്തപത്മനാഭൻ എന്ന അപ്പുവും. മഹാഭാരതത്തിലെ 3 സഹോദരിമാരായ അംബ, അംബിക, അംബാലികമാരിൽ അതിന്റെ എഴുത്തുകാരനിൽ നിന്നും സന്തതിയെ സൃഷ്ടിക്കാതെ കടന്നുകളഞ്ഞ മൂത്ത സഹോദരി അംബയെ നമുക്കറിയാം. പരിത്യജിക്കപ്പെട്ട അംബ ആത്മാഹൂതി ചെയ്യും മുന്നേ വേദവ്യാസനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്കിൽ നമുക്ക് പിറന്നേക്കാവുന്ന സന്തതി ആരായിരിക്കും? ഈ ചോദ്യത്തിനു മുന്നിൽ കുഴങ്ങി നിന്ന വ്യാസൻ അവസാനം അംബയ്ക്ക് ഉത്തരം നൽകുമ്പോഴേക്കും വായനക്കാരുടെ മനസ്സിലേക്കും കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തൊരു കുഞ്ഞ് പിറന്നു വീണിട്ടുണ്ടാവും. സമുദ്രശിലയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരും അംബ എന്നാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ത്രീ
സെർബൽ പാൾസി വിത്ത് ഓട്ടിസ്റ്റിക് ഡിസോർഡർ ബാധിച്ച മകനു വേണ്ടി ജീവിത പോരാട്ടം നടത്തുന്ന ഉറക്കം നഷ്ടപ്പെട്ടു പോയൊരമ്മ, എടുത്തു പറയാൻ യാതൊരു മേന്മകളുമില്ലാത്ത ഒരു സ്ത്രീ, തന്റെ ജീവിതം 21 വയസ്സായ ചലിക്കാൻ കഴിവില്ലാത്ത മകനും കിടപ്പിലായ അമ്മയ്ക്കുമിടയിൽ നടന്നു തീർക്കുമ്പോൾ അമ്പയിൽ ഉടലെടുക്കുന്ന സങ്കല്പങ്ങൾ സത്യമോ മിഥ്യയോ എന്നറിയാതെ വായനക്കാർക്കിടയിൽ ഒരു തരം ചലനം സൃഷ്ടിക്കുന്നു. ഒടുവിൽ വ്യാസപൂർണിമ നാളിൽ മകനെയും ഇല്ലാതാക്കി സ്വയം ഇല്ലാതായി തീരുകയാണ് അമ്പ. എഴുത്തുകാരനും മുഖ്യ കഥാപാത്രമായതുകൊണ്ട് ഇതൊക്കെ സങ്കല്പങ്ങൾ ആണോ, സത്യമായിരിക്കില്ലേ എന്നൊരു തോന്നൽ വായനക്കാരിലും ഉടലെടുക്കുന്നു. ജനിമൃതികൾക്കിടയിലെ വിശ്രമ കേന്ദ്രമായ വെള്ളിയാങ്കല്ല് മലയാളിക്ക് മുൻപ് തന്നെ പരിചിതമാണല്ലോ. ആ വെള്ളിയാങ്കല്ലും പൗർണമി രാത്രിയും അമ്പയും കൂട്ടുകാരനും അപ്പുവിന്റെ ജനനവുമൊക്കെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ രഹസ്യമാണെന്ന് സമുദ്രശിലയിൽ തുറന്നു പറയുന്നു. ഓരോ സ്ത്രീക്കുമുണ്ടാവും ഇങ്ങനെയുള്ള അതിജീവനത്തിന്റെ രഹസ്യമെന്ന് എഴുത്തുകാരൻ പറയുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് നിസ്സംശയം പറയാം, ഇതൊരു സ്ത്രീപക്ഷ നോവൽ തന്നെയാണ്. മകൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട അമ്പയുടെ അമ്മ ചന്ദ്രിക ടീച്ചറെ ഒട്ടൊരു വിസ്മയത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രിക എന്ന പേര് മലയാളികളുടെ മനസ്സിൽ പണ്ടേ പതിഞ്ഞതാണ്. ചങ്ങമ്പുഴയുടെ രമണന്റെ ആത്മഹത്യക്ക് കാരണമായ ചന്ദ്രിക മിക്ക വായനക്കാരുടെ ഹൃദയത്തിൽ ഉണങ്ങാത്തൊരു മുറിവായി കിടക്കുന്നു. എന്നാൽ സമുദ്രശിലയിൽ ചന്ദ്രികയുടെ നഷ്ടപ്പെട്ടു പോയ പേര് പോലും വീണ്ടെടുക്കുകയാണ് എഴുത്തുകാരൻ ചെയ്തിരിക്കുന്നത്. വളർത്തി വലുതാക്കിയ സ്വന്തം അച്ഛനെ ചതിക്കാതിരുന്ന ഒരുവളുടെ പേരാണ് ചന്ദ്രിക. ഒരച്ഛന് തന്റെ പെൺകൊച്ചിന് കൊടുക്കാൻ പറ്റിയ അതിലും നല്ല പേരില്ല. ഇങ്ങനെ തീർത്തും സ്ത്രീക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നോവലായി സമുദ്രശില മാറുന്നു. ഒരു കടലിനെ അടക്കി ഒളിപ്പിക്കാൻ മാത്രം വലിപ്പമുണ്ട് അമ്മ മനസ്സിന്. പിറന്ന ആളല്ല, പെറ്റ ആളാണ് സത്യത്തിൽ പിറന്നാൾ ആഘോഷിക്കേണ്ടത്. ഓരോ അമ്മയുടെയും 10 മാസത്തെ പ്രതീക്ഷകളുടെ സാഫല്യത്തിന്റെ ദിവസമാണ് പിറന്നാൾ. അടുക്കള ചവിട്ടി എന്ന പോലെ മക്കൾ അവഗണിക്കുന്ന അമ്മ, ചിതയുടെ ഇളയ മകളാണ് ഓരോ അടുക്കളയടുപ്പും എന്നൊക്കെയുള്ള വരികൾ ഒരു തവണ വായിക്കുമ്പോൾ തന്നെ വായനക്കാരിൽ സമുദ്രശില പോലെ പതിയുന്നു. എങ്കിലും ചിലരൊക്കെ ഇടയ്ക്ക് ദീർഘനിശ്വാസം മുതിർത്തുകൊണ്ട് പറയുന്നത് കേൾക്കാം, എന്നാലും ഒരമ്മ മകനോട് ഇങ്ങനെ ചെയ്യാമോ? അപ്പുവിന്റെയും അമ്പയുടെയും മരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ. ഇതിനൊറ്റ ഉത്തരമേയുള്ളൂ, സമുദ്രശിലയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുക. വ്യാസപൂർണിമ നാളിൽ വായനയുടെ കടിഞ്ഞാൻ പൊട്ടാതെ ശ്രദ്ധിക്കുക. 2018 പ്രകൃതി സംഹാര താണ്ഡവമാടുമ്പോൾ നൂറ്റാണ്ടിന്റെ വെള്ളപ്പൊക്കത്തിനു മുൻപിൽ കേരളം പകച്ചു നിന്നപ്പോൾ ഏതൊരു മലയാളിക്കുമുണ്ടായ സംഘർഷഭരിതമായ മനസ്സുകൊണ്ട് എഴുത്തുകാരൻ വ്യാസപൂർണിമ നാളിൽ അമ്പയെയും മകനെയും സംഹരിച്ചതിലൂടെ മലയാളികൾക്കു വേണ്ടി നടത്തിയ ഒരു ഉച്ചാടന ക്രിയയായിരുന്നു എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അമ്പ എന്നാൽ അമ്മയാണെന്ന്, ചവിട്ടി നിൽക്കുന്ന മണ്ണാണെന്ന്, സ്വന്തം ഭാഷയാണെന്ന്, നദിയും പ്രകൃതിയുമാണെന്ന് മലയാളത്തിന് പറഞ്ഞു തന്ന സമുദ്രശില പുതിയൊരു വായനാനുഭവം സൃഷ്ടിക്കുന്നു. മലയാള ദേശത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു ലളിതഗാനം ആസ്വദിക്കാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് മലയാളം അധ്യാപകനായ മനോജ് പിലിക്കോട്. ഗാനം ആലപിക്കുന്നത് വൃന്ദ. ഓടക്കുഴൽ വിളി കണ്ടത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ. ഓടക്കുഴൽ വിളി കണ്ടത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ. നിന്റെ കരിമുകിൽ വർണ്ണമോ സായാഹ്ന ഗീതമോ ഇണയ്ക്കു പ്രിയം, നിന്റെ സഖിക്കു പ്രിയം. ഓടക്കുഴൽ വിളി കണ്ടത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ. ജന്മപുണ്യാന്തര വീണയിൽ തപം ചെയ്ത് ഇത്രയും നാൾ നീ എങ്ങു പോയി. ജന്മപുണ്യാന്തര വീണയിൽ തപം ചെയ്ത് ഇത്രയും നാൾ നീ എങ്ങു പോയി. സാമവേദാർച്ചന പഠിക്കാത്ത കാകന്റെ കുടിലിൽ ഏകാന്ത വീണമി
കണ്ഠത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ? കൺ തുറന്നപ്പോഴേ ഏകാന്ത തീരത്തൊരു വേദന നിന്നിൽ ഞാൻ അനുഭവിച്ചു. കൺ തുറന്നപ്പോഴേ ഏകാന്ത തീരത്തൊരു വേദന നിന്നിൽ ഞാൻ അനുഭവിച്ചു. സൂര്യാംശു കിരണങ്ങൾ പൂക്കളെ ഒരുക്കുന്ന, സൂര്യാംശു കിരണങ്ങൾ പൂക്കളെ ഒരുക്കുന്ന പകലന്തിയോളം നീ പോയി മറഞ്ഞു. ഓടക്കുഴൽ വിളി കണ്ഠത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ? നിന്റെ കരിമുകിൽ വർണ്ണമോ സായാഹ്ന ഗീതമോ ഇണയ്ക്കു പ്രിയം, നിന്റെ സഖിക്കു പ്രിയം. ഓടക്കുഴൽ വിളി കണ്ഠത്തിലൊളിപ്പിച്ച കരിങ്കുഴൽ നാദമേ പറയുകില്ലേ? തന്റെ നന്മകളിലൂടെ തിന്മകളെ മറികടന്നവൻ ലോകത്തിന് വെളിച്ചമാകും. മേഘത്തിൽ നിന്നും പുറത്തുവന്ന പൂർണ്ണചന്ദ്രനെ പോലെയാണവർ എന്ന ബുദ്ധവചനം കൂടി കോർത്തുവെച്ചുകൊണ്ട് സിംഫണി ഓഡിയോ മാഗസിന്റെ 2ാം പതിപ്പിനും തിരശ്ശീലയിടുകയാണ്. മനുഷ്യന്റെ പല നന്മകളിലെ വലിയ നന്മയാണ് കലയും അതിന്റെ ആസ്വാദനവുമൊക്കെ. ജീവിതത്തിന്റെ അർത്ഥരഹിതമായ അലച്ചിലിലും ഓട്ടപ്പാച്ചിലിനുമിടയിൽ നമ്മൾ അരിഞ്ഞു വീഴ്ത്തിയത് കലയുടെയും ആസ്വാദനത്തിന്റെയും ചിറകുകളായിരുന്നു. രോഗത്തിനും രോഗാണുക്കൾക്കുമിടയിൽ നിസ്സഹായരായിത്തീരുന്ന മനുഷ്യരുടെ ജീവിതം തന്നെയാണ് വലിയ പാഠവും. അത്തരം നിസ്സഹായ അവസ്ഥയിൽ കലയെന്ന നന്മ കൊണ്ട് പ്രതിസന്ധികളെ മറികടന്ന് ലോകത്തിന് വെളിച്ചമായി മേഘത്തിൽ നിന്നും പുറത്തുവന്ന മനുഷ്യരെ പോലെയായ എല്ലാ കലാസ്വാദകർക്കും നന്ദി അറിയിച്ചുകൊണ്ടും വ്യത്യസ്തമായ മറ്റൊരു പതിപ്പിന് കാത്തിരിപ്പ് നൽകിക്കൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.